ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് തുടർച്ചയായിട്ടാണ് നമ്മൾ നിൽക്കുക. ഇപ്രാവശ്യം കഴിഞ്ഞ ദിവസം കുറെ നമ്മൾ പ്രതീകങ്ങളെ, അടയാളങ്ങളെ കുറിച്ചും പ്രതീകങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു സെർമണി അല്ലെങ്കിൽ ഒരു കർമ്മം അത് കൗദാശികമാകുന്നത് എങ്ങനെയാണത് കൗദാശികമാകുന്നത്, കൂദാശയായിട്ട് മാറുന്നത് എന്നുള്ള ഒരു ചിന്തയാണ്. ഒരു കൂദാശയാകാനായിട്ട്, കൂദാശയാക്കുവാനായിട്ട് എന്തെല്ലാം കാര്യം, മിനിമം എന്തെല്ലാം കാര്യങ്ങൾ ആണ് ആവശ്യമായിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ കൂടുതലായിട്ട് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വിഷയമാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കുർബാനയിലേക്ക് അധികം നമുക്ക് കടക്കാനായിട്ട് പറ്റുകയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അല്പം നേരത്തെ നിർത്തിയാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് സംശയങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഒരു സഭയിലെ ഉഷ അതൊരു കൂദാശയായിരിക്കും, ഒരു പരിശുദ്ധമായ ഒരു കർമ്മമായിട്ട് തീരണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന്, അത് ആ തിരുക്കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെപ്പറ്റി പറയുന്ന ഒരു പദമാണ് ദി ആർട്ട് ഓഫ് സെലിബ്രേഷൻ, ആർസ് സെലിബ്രാന്തി എന്ന് പറഞ്ഞാൽ അതൊരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു രീതിയല്ല. എന്നാ ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു വൈൽഡ് ഇമാജിനേഷൻ, ഒരു കാട് കയറിയ ചിന്താധാരയുടെ ഇമാജിനേഷന്റെ ഒക്കെ ഒരു ഫലമായിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒന്നല്ല. ആർട്ട് ഓഫ് സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ മാർപ്പാപ്പ പറയുന്ന ആ ആർട്ട് ഓഫ് സെലിബ്രേഷൻ ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും മനോഹരമായിട്ട് അതിന്റെ ചൈതന്യം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട്, അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് എത്രയും ഭംഗിയായിട്ട് തിരുക്കർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കുമോ അത്രയും ഭംഗിയായിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട്, ഏറ്റവും ഭംഗിയായിട്ട് സഭ ആഗ്രഹിക്കുന്നത് പോലെ ഈ തിരുക്കർമ്മങ്ങൾ ചെയ്യണം എന്ന് അച്ഛന്മാർക്ക് ബോധ്യം ഉണ്ടാവണം. അവർക്ക് അതിനുള്ള നല്ല മനസ്സ് അവർ കാണിക്കണം. ഇത് പ്രധാനപ്പെട്ടത് ഒരു കൂദാശയുടെ കാര്യത്തിൽ കൂടുതലായിട്ടും ആളുകളെക്കാൾ ഉപരിയായിട്ട് വൈദികരാണ് ഈ കാര്യത്തിൽ എത്രയും മനോഹരമായിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ്. അത് അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെ ചെയ്യാനായിട്ട് വരുമ്പം എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, ദ ഇന്റൻഷൻ ഓഫ് ദ ചർച്ച്. ക്ലാസ് ഉണ്ട്, ഞാൻ പോവാണ്. ഒരു ക്ലാസ് ഉണ്ട് ജിപ്പടി മർഗാനീസ ക്ലാസ്, ഇത് അച്ഛൻ പറഞ്ഞോണ്ടിരിക്കുന്ന കേട്ടോ. നമ്മൾ ഈ സഭയുടെ നിയോഗം അല്ലെങ്കിൽ സഭയുടെ ഇന്റൻഷൻ, അത് സഭ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഉണ്ടായിരിക്കണം. ദ ഇന്റൻഷൻ ടു ഡു വാട്ട് ദ ചർച്ച് ഡസ് ഓർ ചർച്ച് വാണ്ട്സ് ടു ഡു, അല്ലെങ്കിൽ ചർച്ച് ഇന്റൻഡ് ടു ഡു. ഇതാണ് ഈ ജസ്റ്റിസ് വെർബിസ്കോ എന്ന് പറയുന്നതിനകത്ത് കൃത്യമായിട്ട് ഇക്കാര്യം വളരെ പറയുന്നുണ്ട്. സഭ ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാനായിട്ട് ചെയ്യുക. അപ്പോൾ സഭ ആഗ്രഹിക്കുന്ന പോലെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സഭ ആഗ്രഹിക്കുന്നത്? സഭ ആഗ്രഹിക്കുന്ന പോലെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ട കൂദാശകളുടെ പുസ്തകങ്ങൾക്കനുസരിച്ച് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകുക എന്നതാണ്. ദാറ്റ് ഈസ് ദ ഇന്റൻ ഫിഡലിറ്റി ടു ദ ലിറ്റർജിക്കൽ ടെക്സ്റ്റ്. സഭ ചെയ്യുന്ന പോലെ ചെയ്യാനുള്ള ആ ആഗ്രഹം, അല്ലെങ്കിൽ ആ നിയോഗം, അതിനുള്ള ആ പ്രതിബദ്ധത, അതോടൊപ്പം തന്നെ അത് സാധ്യമാകുന്നത് ലിറ്റർജിക്കൽ ടെക്സ്റ്റിനോടുള്ള വിശ്വസ്തത പുലർത്തിക്കൊണ്ടാണ്. ഇന്ന് ഞാൻ ഖുറാനിക്ക് കൂടി ഞാൻ കോൺസൾട്ടൻ്റായിട്ട് കൂടാണ്. അപ്പം ഈ
ആ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥന വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ വികാരങ്ങൾ മുഴുവൻ ഉണർന്നു. അച്ഛൻ്റെ പുള്ളി എന്തൊക്കെയോ പ്രാർത്ഥിക്കും. പുസ്തകത്തിനകത്തുള്ളത് കുറെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിയുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവിടെ എടുത്തു പറയും. പുള്ളിയുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ മുഴുവൻ, എന്തെല്ലാം കാര്യങ്ങൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും അതെല്ലാം ഇങ്ങ് പറഞ്ഞു. There is no guarantee that അതാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ലിറ്റർജി എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ ദൈവാനുഭവം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്നത് അവിടെയാണ്, എൻകൗണ്ടർ ചെയ്യുന്ന അവിടെയാണ്. സാക്രമെന്റ്സിന് പൊതുവായിട്ടുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമുള്ള കാഴ്ചപ്പാട് വളരെ ശക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇറ്റ്സ് എ മീൻസ് ഓഫ് എൻകൗണ്ടറിങ് ഗോഡ്. കൂതാശകളിലൂടെയാണ് നാം കർത്താവിനെ, ദൈവത്തെ എൻകൗണ്ടർ ചെയ്യുന്നത്, ഫേസ് ടു ഫേസ് കാണുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് സാധിക്കുന്നത് ലിറ്റർജിയിലൂടെയാണ്. അപ്പൊ അതിന്റെ പറയുന്നത് സഭയാണ് അത് ഗ്യാരണ്ടി, അല്ലെങ്കിൽ ലിറ്റർജിക്കൽ ടെക്സ്റ്റ് ആണ് അതിന് ഗ്യാരണ്ടി ചെയ്യുന്നത്, സഭയാണ് അത് ഗ്യാരണ്ടി ചെയ്യുന്നത്. അപ്പം പുസ്തകത്തിനകത്ത് ഇല്ലാത്ത പ്രാർത്ഥനകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ there is no guarantee that your prayers are its effect. സഭ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ ദൈവജനത്തിന്, വിശ്വാസികൾക്ക്, അല്ലെങ്കിൽ ആ കൂതാശയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഒരാള്, ഒരു വൈദികൻ ഇഷ്ടം പോലെ പ്രാർത്ഥനകൾ ചെല്ലുകയും ഒക്കെ ചെയ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് ദ ഇന്റൻഷൻ ഓഫ് ദ പ്രീസ്റ്റ് വളരെ പ്രധാനപ്പെട്ട. പിന്നെ ഇതിന്റെ മറുവശമാണ് ഹി ആക്ട്സ് ഇൻ ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. കർത്താവായിട്ടാണ് അദ്ദേഹം പക്ഷെ കർത്താവായിട്ട് തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിനർത്ഥമില്ല. അതിനകത്ത് ജസ്റ്റിസ് വെർബിസ്കോയിനകത്ത് കൃത്യമായിട്ട് പറയുന്നു, അതിന്റെ അർത്ഥം കർത്താവല്ലേ, അപ്പൊ അതുകൊണ്ട് ഇഷ്ടംപോലെ കാണിക്കാന്നല്ല. ഹി ഈസ് ഓൺലി എൻ ഇൻസ്ട്രുമെന്റ്. കർത്താവായിട്ട്, കർത്താവിന്റെ നാമത്തിൽ കർത്താവ് എന്ന വ്യക്തിത്വമായിട്ടാണ് അവിടെ പെരുമാറുന്നത്. പക്ഷെ കർത്താവ് പെരുമാറുന്നത് പോലെ, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ, കർത്താവ് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ കർത്താവിന്റെ പ്രതിനിധിയാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ നാമത്തിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കർത്താവായിട്ട് തന്നെയാണ് ഞാൻ തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു പറഞ്ഞിട്ട് എനിക്കിഷ്ടം പോലെ ചെയ്യാന്നുള്ളതല്ല. അപ്പം അവിടെ അദ്ദേഹം ചെയ്യേണ്ടത് കർത്താവിനെ പ്രതിനിധീകരിച്ച് ചെയ്യാണെന്നുള്ള ബോധ്യം കൂടി വേണം. ഞാൻ കർത്താവിനെ പ്രതിനിധീകരിച്ചാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കർത്താവായിട്ട് തന്നെയാണ്, ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് ആണ് ഞാൻ ഈ തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്ന് നമ്മൾ ആ വൈദികനെ ഓർക്കുമ്പോൾ ഈ കാര്യം വളരെ ശക്തമായിട്ട് ഈ വൈദികന്റെ മനസ്സിലുണ്ടായിരിക്കണം. അത് ചെയ്യാനുള്ള ആർജവം കൂടി കാണിക്കണം ഒരു വൈദികൻ. അതാണ് അതിന്റെ മറുവശമാണ് ഞാൻ പറഞ്ഞ സൂചിപ്പിച്ചെന്നറിയില്ല. ദൈവജനത്തിനായിട്ടുള്ള അവകാശമുണ്ട്, ചോദിച്ചു വാങ്ങാനുള്ള അവകാശം. അത് കാനൻ ലോയിലെ 17ാമത്തെ കാനലിലാണ് അത് പറയുന്നത്, ദൈവജനത്തിന്റെ അവകാശം. ഇത് പോസ്റ്റ് കൺസീലിയർ ആയിട്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമുള്ള പല ഡോക്യുമെന്റ്സ്, ഇനസ്തിമാബിലെ ദോണും, ഡൊമിനിക്കെ ചേനെ, പിച്ചേസിമോസ് ക്വിന്തൂസ് ആനൂസ്, അത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ 25ാമത്തെ വാർഷികത്തിന്. അത് കഴിഞ്ഞ് എക്ലേസിയ യൂക്രിസ്തിയ, റിഡംപ്ഷനിസ് സാക്രമെന്തും, ഇതിനകത്ത് എല്ലാറ്റിലും പറയുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഇഷ്ടം പോലെ ചെയ്യാന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് തന്നെ വളരെ വികലമായ ഒരു കാഴ്ചപ്പാട്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയിലെ പണ്ഡിതന്മാരെല്ലാം പറയുന്ന ഒരു കാര്യമാണ്, there was a leftward trend in the church. ഇടതോട്ട് ചായത്, രാഷ്ട്രീയ പാർട്ടിയിലേക്കല്ല, ലെഫ്റ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു വിമത ട്രെൻഡ്. അത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമുള്ളത് ആ സ്വാതന്ത്ര്യം എടുത്തിട്ടാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് എല്ലാം സ്വാതന്ത്ര്യമുണ്ട് എന്ന് ധരിച്ചിട്ട് അതിനെപ്പറ്റി ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം ഇതാണ്. ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നതാണ്, വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദ കൗൺസിൽ in the place of liturgy as the fruit of development came fabricated liturgy. ഓരോരുത്തരും ഇഷ്ടംപോലെ ഫാബ്രിക്കേറ്റ് ചെയ്ത ലിറ്ററേച്ചർ, നേരത്തെ ഉണ്ടായിരുന്നതല്ല.
വീണ്ടും പറയാണ്, ലിറ്റർജി ഇറ്റ് ഈസ് മെയ്ഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് എക്സിസ്റ്റഡ്. സഭ പരമ്പര ആദ്യം മുതലേ സഭയ്ക്ക് ദാനമായിട്ട് സഭയ്ക്ക് നൽകിയ ഒന്നായിട്ടല്ല അതിനെ കാണുന്നത്, ഞാൻ ഉണ്ടാക്കുന്ന ഒന്നായിട്ടാണ് ലിറ്റർജിയെ രണ്ടാം വത്തിക്കാൻ ശേഷം പലരും കണ്ടത്. അതാണ് മാർപ്പാപ്പ പറയുന്നത്. ബട്ട് ദാറ്റ് ഇറ്റ് ഡിപ്പെൻഡഡ് ഓൺ അവർ ഡിസിഷൻസ്, വിംസ് ആൻഡ് ഫാൻസീസ്. അങ്ങനെയാക്കി തീർന്നു. അതിന്റെ ഒരു പിന്നീട് അതിന്റെ കോൺസിക്വൻസ് ആണ് പിന്നീട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ മുഴുവൻ. നമുക്കറിയാം, ലിത്തുർജിയെ ഇൻസ്തൗറോസിയോണിന് 70 ഇറക്കിയ ഒരു ഡോക്യുമെന്റ് ഉണ്ട്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, ആദ്യം 70-ലെത്തിയാണ്, അത് 65-ൽ 64-ല് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞിട്ട് 70-ൽ ഇറക്കിയ ആദ്യത്തെ ലിറ്റർജി സംബന്ധമായിട്ടുള്ള ഡോക്യുമെന്റ് ആണ് അത്. അതിനകത്ത് പറയുന്ന ഈ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ റിന്യൂവല് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ദ സെയിം ആസ് ഡീസാക്രലൈസേഷൻ അല്ലെങ്കിൽ സെക്യുലറൈസേഷൻ അല്ല. ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞിരിക്കുന്ന സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഇതെല്ലാം വളരെ ലൂസായിട്ട് വളരെ കാഷ്വലായിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല ആരാധനക്രമം അല്ലെങ്കിൽ കുദാശകൾ എന്ന് ഈ ആദ്യത്തെ ഈ പറഞ്ഞ ആ 70 ഡോക്യുമെന്റിൽ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ സ്ട്രോങ് ആയിട്ട് പറയുന്ന ഡോക്യുമെന്റ് ആണ് ഡൊമിനിക് ചേന എന്ന് പറയുന്ന ഡോക്യുമെന്റും, അതുപോലെ തന്നെ ഇനെസ്തിമാവിലെ ദോണും എന്ന്, അത് രണ്ടും 80-ൽ ഇറങ്ങിയ ഡോക്യുമെന്റുകളാണ്. ഈ രണ്ട് ഡോക്യുമെന്റിലും പറയുന്ന ഒരു കാര്യമാണ്, ലിറ്റർജി ഈസ് ദ പ്രീസ്റ്റ് ഈസ് നോട്ട് the proprietor or the boss or master of liturgy. പ്രൊപ്രൈറ്റർ എന്ന് നമുക്കറിയാമല്ലോ, നമ്മൾ ഒരു കടയുടെ ഒരു ചെറിയ ഹോട്ടലിനൊക്കെ പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ അതിന്റെ ഉടമസ്ഥൻ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ഇഷ്ടം പോലെ കാണിക്കാനും പാടില്ല എന്ന് പറയുന്നുണ്ട് അവിടെ. ഇനെസ്തിമാബിലെ ദോണും 80-ൽ ഇറങ്ങിയ അവർണ്ണനീയമായ ദാനം എന്നാണ് അതിന്റെ മലയാളം. ഇനെസ്തിമാബിലെ ദോണും എന്ന് പറയുന്ന ആ അപ്പസ്റ്റോലിക് ലെറ്ററിനകത്തും ഡൊമിനിക് ചേന എന്ന് പറയുന്നതിനകത്തും പറയുന്ന കാര്യങ്ങളാണ്. ഇഷ്ടംപോലെ ചെയ്യാൻ പാടില്ല. ഇനെസ്തിമാബിലെ ദോണുന്നതിനകത്ത് വീണ്ടും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനെസ്തിമാബിലെ ദോണെന്ന് പറയുന്ന പിന്നീട് പറയുന്ന കുറെ കാര്യങ്ങളാണ്. ഞാനത് ഓരോ അക്കമിട്ട് പറയുകയാണ്. കാരണം ഇതെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും ഈ കുദാശകള് ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാനായിട്ട് പറ്റുകയില്ല. പറയുന്ന കാര്യങ്ങൾ എന്നാണ്. ഒന്ന്, കൺഫ്യൂഷൻ ഓഫ് റോൾസ്. അതായത് കൺഫ്യൂഷൻ ഓഫ് റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ ചെയ്യേണ്ടത് കപ്പ്യാരി ചെയ്യും, കപ്പ്യാരി ചെയ്യേണ്ടത് അച്ഛൻ ചെയ്യും, അല്ലെങ്കിൽ അച്ഛൻ ചെയ്യേണ്ടത് പാട്ടുകാർ ചെയ്യും, പാട്ടുകാർ ചെയ്യേണ്ടത് ശുശ്രൂഷ ചെയ്യും. ഇങ്ങനെ മാറ്റങ്ങൾ നമ്മൾക്ക് പൊതുവെ കണ്ടുവരുന്ന ഒരു ചെറിയൊരു കാര്യമാണ് ശബ്ദമുയർത്തി പാടും. അത് അച്ഛൻ തന്നെ അങ്ങ് തുടങ്ങിയേക്കുക. ആരാത് ചെല്ലേണ്ടത്? ഒരു ശുശ്രൂഷയാണ് അത് ചെയ്യേണ്ടത്. അതാണ് ഈ ആർട്ട് ഓഫ് സെലിബ്രേഷന്റെ ഒരു മാനാണത്. അത് ഭംഗിയായിട്ട് ഓരോരുത്തരും അവരവരുടെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ സബ്സാന്ത കോൺസിലി ഇതിനകത്ത് 28, 29 ഖണ്ഡികകളിൽ പറയുന്ന കാര്യമാണ്. തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ പലതരത്തിലുള്ള ശുശ്രൂഷകരുണ്ട്, പലതരത്തിലുള്ള ശുശ്രൂഷകർ. എന്നിട്ട് പറയാണ് ഈ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പാട്ടുകാരുണ്ട്, വായനക്കാരുണ്ട്, പ്രധാന കാർമ്മികനുണ്ട്, ശംശാനയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട്. ആൻഡ് ഈ ഓരോരുത്തരും അവരവരുടെ റോള് ചെയ്യുന്നു, അത് മാത്രം ചെയ്യുന്നു, അവരവരുടെ റോള് മാത്രമേ ചെയ്യാവൂ. അപ്പോഴാണ് ഈ ആർട്ട് ഓഫ് സെലിബ്രേഷൻ വരുന്നത്. അല്ലാതെ എല്ലാവരും കൂടി ശബ്ദം ഉയർത്തി പാടുകയും എല്ലാവരും കൂടി എല്ലാ പ്രാർത്ഥനയിലും കൂടി. ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്ത് ഞാൻ ലത്തി സെമിനാരിയിൽ പഠിച്ച ആളാണ്, മംഗലാപുരം. അപ്പൊ അവിടെ തന്നെ 80-ല് എൻ്റെ അവസാനത്തെ 4ാം പട്ടം കെട്ടി തൊട്ട് മുമ്പ് ആണ് 80-ൽ ഈ ഇനെസ്തിമാവിലെ ദോണം എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ റക്ടച്ചൻ പറഞ്ഞു, നാളെ മുതലേ
ഈ പ്രാർത്ഥന ചൊല്ലിയേക്കരുത്. ഏത് പ്രാർത്ഥന? ത്രൂ ഹിം, വിത്ത് ഹിം, ഇൻ ഹിം, ഇൻ ദ യൂണിറ്റ് ഓഫ് ഹോളി സ്പിരിറ്റ്, ഓൾ ഗ്ലോറി ആൻഡ് ഓണർ ഇസ് യുവേഴ്സ് ഫോർ എവർ ആൻഡ് എവർ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് ഈ അവസാന ഭാഗത്ത് ഉയർത്തി കഴിഞ്ഞു. അത് നാളെ മുതൽ ഇനി നിങ്ങൾ ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് എ കൺഫ്യൂഷൻ ഓഫ് റോൾസ് ആണ്. അച്ഛൻ ചെയ്യേണ്ട പ്രാർത്ഥന എല്ലാവരും കൂടി ആയിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നത് വരെ. അപ്പം ഈ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ അവരവർ മാത്രം ചെയ്യണം എന്നാണ് പറയുന്നത്. ഈച്ച് വൺ ഡസ് ഹിസ് റോൾ, അല്ലാതെ എല്ലാവരും കൂടി എല്ലാ പഠിക്കുക. സോ കൺഫ്യൂഷൻ ഓഫ് റോൾസ് ആണ് ഒരു കാര്യം. ഈ സാക്രമെന്റ് സെലിബ്രേഷന് ശരിയായ സാക്രമെന്റ് സെലിബ്രേഷൻ അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള അർപ്പണത്തിന് സാക്രമെന്റൽ സെലിബ്രേഷന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കൺഫ്യൂഷൻ ഓഫ് റോൾസ്. എന്താ പറയുകയാണ് റിഗാർഡിംഗ് ദ പ്രീസ്റ്റ്ലി മിനിസ്ട്രി ആൻഡ് ദ റോൾ ഓഫ് ദ ലെയ്റ്റി. അതിനകത്ത് വേറെ കുറെ കാര്യങ്ങൾ പറയുന്നതാണ്. ഇൻഡിസ്ക്രിമിനേറ്റ് ഷെയർഡ് റെസിറ്റേഷൻ ഓഫ് യൂക്രിസ്റ്റിക് പ്രയർ. അത് ലത്തീൻ സഭയെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ ഇതിനകത്തുണ്ടല്ലോ ചിലപ്പം ചിലര് അച്ഛന്മാരുടെ കൂട്ടത്തിൽ കൂടി അനാഫ്ര പ്രേയേഴ്സ് ഒക്കെ ചെല്ലുന്ന ചില സ്ഥലങ്ങളുണ്ട്. സോ അത് കൺഫ്യൂഷൻ. ഹോമിലീസ് ഗിവൺ ബൈ ലേ പീപ്പിൾ. അൽമായർക്ക് സുവിശേഷം പ്രസംഗിക്കാൻ അനുവാദമില്ലെന്ന് ചോദിച്ചാൽ അവർക്ക് അനുവാദമുണ്ട്. സുവിശേഷം പ്രസംഗം നമുക്ക് പോരെ. ഞങ്ങൾ ജയിലിലും ഇവിടെ ഒത്തിരി മിഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് ശംഷാബാദ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ മിഷൻ ഏരിയ കിട്ടിയിട്ടുണ്ട്. ആർക്കൊക്കെ സുവിശേഷം പ്രസംഗിക്കണം എന്ന് തോന്നുന്നുണ്ടോ എല്ലാവരും എന്നെ കോണ്ടാക്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ അവരെ ഞാൻ ഗൈഡ് ചെയ്തോളാം. എവിടെ പോകണമെങ്കിലും സുവിശേഷം. ബട്ട് ഇൻ ലിറ്റർജിയിൽ സുവിശേഷം പ്രസംഗിക്കുന്നത്, വ്യാഖ്യാനം കൊടുക്കേണ്ടത് പ്രധാന കാർമ്മികൻ. ആരാണോ സുവിശേഷം വായിക്കുന്നത് അത് സാധാരണഗതിയിൽ കാർമ്മികനാണ്, വൈദികനാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്, അല്ല വേറെ ആൾക്കാരല്ല. അപ്പൊ നമ്മൾ പറയും ചോദിക്കും ഉടനെ അവർക്ക് ട്രെയിനിങ്, ബ്രദേഴ്സിന് ട്രെയിനിങ് കിട്ടേണ്ടത് അതൊക്കെ ടെറസിന്റെ മുകളിൽ പോയിരുന്ന് പ്രാക്ടീസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കാര്യം. അത് പള്ളിയിലല്ല ഇതിനെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ടെറസിൽ പോയിട്ട് ഇങ്ങനെ ഞങ്ങളെ ഹോമിലിറ്റിക്സ് പഠിപ്പിച്ചൊക്കെ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്. ടെറസിൽ പോയിട്ട് ഉറക്കുക, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പോയി ഉച്ചത്തിൽ വിളിച്ചു പറയാനാ പ്രസംഗിക്കാൻ. ഒരു ഗ്രൗണ്ട് മുഴുവൻ ആളുണ്ട് എന്ന് ഓർത്തുകൊണ്ട് അങ്ങ് പ്രസംഗിച്ചേക്കുക. ഗ്രൗണ്ടിൽ പോയി ഉറക്കുക പ്രസംഗിക്കുക എന്നാ ട്രെയിനിങ് കൊടുക്കാറ്. അല്ലാതെ പള്ളിയിലല്ല ഈ ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ ഈ ഒരു ട്രെൻഡ് നമ്മുടെ സഭയിൽ ഒത്തിരി ഉണ്ട്. ഓരോ കാര്യങ്ങളും അച്ഛനാകുന്നതിന് മുമ്പ് തന്നെ അച്ഛന്മാരുടെ പണികൾ ബ്രദേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു രീതി. ഇത് വളരെ വികലമായ അതാണ് ഈ കൺഫ്യൂഷൻ ഓഫ് റോൾസ്. പ്രീസ്റ്റ്ലി മിനിസ്ട്രിയുടെ സ്വഭാവം മനസ്സിലാക്കാതെ, അതിന്റെ ഔന്നിത്യം മനസ്സിലാക്കാതെ അവര് ഈ താഴെയുള്ള പട്ടങ്ങളുള്ള ആളുകൾക്ക് അച്ഛന്മാർ ചെയ്യുന്ന പണികൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന രീതി ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ലേ പീപ്പിൾ, പിന്നെ homilies given by lay people distributing communion while the priest refraining from doing so. അച്ഛൻ കുർബാന ചൊല്ലി കഴിഞ്ഞ് കമ്മ്യൂണിയൻ കഴിഞ്ഞ ഉടനെ അവിടെ പോയിരുന്നു. ബാക്കി ആളുകൾ സിസ്റ്റേഴ്സും അല്ലെങ്കിൽ അൽമായരോ ആരൊക്കെയാണോ അവർ പോയി കുർബാന, അല്ലെങ്കിൽ താഴെയുള്ള ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അതിന് പ്രൊവിഷനുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ച് പ്രധാന കാർമ്മികൻ ചെയ്യേണ്ട പണി, വൈദികൻ ചെയ്യേണ്ട പണി ആദ്യം വൈദികൻ ചെയ്യും. പിന്നെ അദ്ദേഹത്തിന് സാധിക്കാതെ മാത്രം വലിയ ക്രൗഡൊക്കെ വരികയാണെങ്കിൽ മാത്രം മറ്റുള്ളവരുടെ സഹായം, അത് എക്സ്ട്രാ ഓർഡിനറി മിനിസ്റ്റേഴ്സ് ആയിട്ടാണ് അവരുടെ കൈ കണക്കാക്കുക. അല്ലാതെ അച്ഛൻ കാല് കയറ്റി വെച്ചിരുന്ന് മറ്റുള്ളവരെ കൊണ്ട് കമ്മ്യൂണി കൊടുപ്പിക്കുന്ന രീതിയല്ല. അതാണ് ഇവിടെ പറയുന്ന അതാണ് കൺഫ്യൂഷൻ ഓഫ് റോൾസ്. 2-3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസിങ് ലോസ് ഓഫ് ദ സെൻസ് ഓഫ് ദ സീക്രട്ട്. ഇത് പ്രത്യേകിച്ച് ഇന്ത്യയിലെ പശ്ചാത്തലത്തിൽ, നിങ്ങളൊക്കെ മിഷനിലൊക്കെ ജോലി ചെയ്യുമ്പോഴൊക്കെ ഇന്ത്യയിലെ പശ്ചാത്തലത്തിൽ സെൻസ് ഓഫ് ദ സീക്രട്ട്, അതായത് സെൻസ് ഓഫ് റിലിജിയൻ, ഏത് മതവിശ്വാസിയാണ്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം സെൻസ് ഓഫ് ദ സീക്രട്ട് ഈസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ ജീവിക്കുന്ന നമ്മൾ വിശുദ്ധ വസ്തുക്കളോട്, വിശുദ്ധ സ്ഥലങ്ങളോട് യാതൊരു ആദരവും ഇല്ലാതെ പെരുമാറുക, വിശുദ്ധ കുർബാനയോട് ആദരവില്ലാതെ പെരുമാറുക, വെസ്റ്റ്മെൻസ്, പ്രോപ്പർ ആയിട്ടുള്ള വെസ്റ്റ്മെൻസ് ധരിക്കാതെ തിരുക്രമങ്ങൾ അനുഷ്ഠിക്കുക. ഇവിടെ അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അബാൻഡൻമെന്റ് ഓഫ് ലിറ്റർജിക്കൽ വെസ്റ്റ്മെൻസ്, യൂക്രിസ്റ്റ് സെലിബ്രേറ്റഡ് ഔട്ട്സൈഡ് ദ ചർച്ച് വിത്തൗട്ട്
real need, lack of reverence and respect for the blessed sacrament. ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ കാര്യം ലിസ്റ്റ് തന്നെ. അപ്പൊ ഇതൊക്കെ സെൻസ് ഓഫ് ദ സീക്രട്ട്, പരിശുദ്ധമായ ഒന്നാണ് ദേവാലയം. ദേവാലയം കാരണം ലിറ്റർജിയില് ദർ ഈസ് നത്തിങ് പ്രൊഫൈൻ. ലിറ്റർജിയിലുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ അതിനകത്ത് വ്യക്തികളുണ്ട്, ആക്ഷൻസ് ഉണ്ട്, സ്ഥലങ്ങളുണ്ട്, പേഴ്സൺസ് ഉണ്ട്, സാധനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം സീക്രട്ട് ആണ്. ദർ ഈസ് നത്തിങ് വിച്ച് ഈസ് നോട്ട് സീക്രട്ട്. അപ്പൊ ആ സീക്രട്ട്നെസ് നമ്മൾ തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ തിരുവസ്ത്രങ്ങൾ ധരിക്കുന്ന കാര്യത്തിലാണെങ്കിലും, അവിടെ പരികർമ്മം ചെയ്യുന്ന വസ്തുക്കളുടെ കാര്യത്തിലാണെങ്കിലും, അത് എന്താണേലും നമ്മൾ അപ്പവും വീഞ്ഞോ അല്ലെങ്കിൽ മറ്റ് ഓയില്, വെള്ളം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ ലിറ്റർജിക്കൽ ആക്ഷൻസ് അത് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത്, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് സെൻസ് ഓഫ് ദി സീക്രട്ട്. പിന്നെ അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ എക്ലേസിയൽ ക്യാരക്ടർ ഓഫ് ലിറ്റർജി. സഭയുടേതാണ്, സഭയുടെ സ്വത്താണ്, സഭയുടെ പൈതൃകമാണ് എന്ന് മനസ്സിലാക്കാതെ ഇഷ്ടം പോലെ ചെയ്യുന്ന ഒരു പ്രവണത. അതും ഇതിനെതിരെ അതിന്റെ ഉദാഹരണങ്ങൾ കുറെ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: യൂസ് ഓഫ് പ്രൈവറ്റ് ടെക്സ്റ്റ്, proliferation of unapproved Eucharistic prayers. ഇപ്പൊ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുന്ന കാലത്ത് 80കളിലും അതിന് ശേഷമാണേലും പല സെമിനാരികളും, പ്രത്യേകിച്ച് ലത്തീൻ സെമിനാരി കൂടുതൽ നമ്മുടെ സഭയിൽ അത്രയും എന്ന് അനാഫ്ര ഉണ്ടാക്കുകയാണ്. പ്രദേശനോട് പറയുക, നീ നാളത്തെ കുർബാനയ്ക്ക് നീ അനാഫ്ര ഉണ്ടാക്കണം, മറ്റന്നാളത്തെ കുർബാനയ്ക്ക് നീ അനാഫ്ര ഉണ്ടാക്കണം. എന്നിട്ട് ആ അനാഫ്രയാണ് ചെയ്യുന്നത്. അതാണ് ഈ പ്രൊളിഫറേഷൻ. പ്രൊളിഫറേഷൻ എന്ന് പറഞ്ഞാൽ പെരുക എന്നുള്ളതാണ്. പ്രൊളിഫറേറ്റ് ചെയ്യുന്ന ഈ പട്ടിയും പൂച്ചയും എലിയും ഒക്കെ ഇങ്ങനെ പ്രൊളിഫറേറ്റ് ചെയ്യുകയാണുള്ളത്. അങ്ങനെ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടാകുന്ന സംവിധാനം. അപ്പൊ അത് അങ്ങനെ പ്രൊളിഫറേറ്റ് ചെയ്യും. ഇഷ്ടംപോലെ അനാഫ്രകൾ ഉണ്ടാകും. നമ്മുടെ സഭയിലതുപോലെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു ആനി തൈലിന്റെ അനാഫ്രി ഉണ്ടായിരുന്നു, ഒരു ഷെവലിയർ ചാക്കോയുടെ അനാഫ്രി ഉണ്ടായിരുന്നു, മിനിമാസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ധർമാരാ മാസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ മാസ് ഉണ്ടായിരുന്നു. ഭാരതീയ പൂജ, ഇന്ത്യൻ മാസ്, ഒത്തിരി കാര്യങ്ങൾ. ഇതെല്ലാം അൺഅപ്രൂവ്ഡ് ലിറ്റർജിക്കൽ ടെക്സ്റ്റ്. അത് ആരാധനക്രമത്തിന്റെ കുദാശകളുടെ സഭാത്മകമായ മാനത്തിന് എതിരായിട്ടുള്ള ഒരു പ്രവൃത്തിയും ചിന്തയും ഒക്കെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ യൂസ് ഓഫ് ലിറ്റർജിക്കൽ ടെക്സ്റ്റ് ഫോർ പൊളിറ്റിക്കൽ എൻഡ്സ്. നമ്മൾ ചിലപ്പം ചില നമ്മുടെ ചിലരൊക്കെ ഈ കുർബാനയ്ക്ക് തൊട്ട് മുമ്പ് പറയാറുണ്ട്. ലത്തീൻ സഭയിൽ വേറൊരു രീതിയാണ്. അവിടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഈ ലോർഡ് ഹാവ് മേഴ്സി, ക്രൈസ്റ്റ് ഹാവ് മേഴ്സി എന്നൊക്കെ പറയുന്ന മുമ്പ് ഒപ്രസ്, സപ്രസ്ഡ്, ഡിപ്രസ്ഡ്, 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 ലോർഡ് ഹാവ് മേഴ്സി. പിന്നെ കഴിഞ്ഞ ഇതിന് കുറേ ഇതുപോലെ ക്രൈസ്റ്റ് ഹാവ് മേഴ്സി, ലോർഡ് ഹാവ് മേഴ്സി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുറെ ആളുകളും ഈ പറഞ്ഞ പോലെ കുർബാനയുടെ ആരംഭത്തിലൊരു കുറെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ നിയോഗങ്ങൾ കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അവിടെയാണ് ഈ നിയോഗങ്ങൾ വെക്കുന്നത്. അത് നമ്മൾ ഖുർആനിലേക്ക് കിടക്കുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ വിശുദ്ധ പ്രോപ്പറായിട്ടുള്ള ലിറ്റർജിക്കൽ ടെക്സ്റ്റിനോട് പ്രതിബദ്ധതയോടുകൂടി സഭാത്മകമായിട്ട് സഭയുടെ പൈതൃകമാണ് എന്നുള്ള ആ ചിന്തയോടുകൂടി മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇൻ ദീസ് കേസസ് വി ഫേസ് വിത്ത് റിയൽ ഫോൾസിഫിക്കേഷൻ ഓഫ് കാത്തലിക്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ദേ ആർ ഫോൾസിഫൈങ് കാത്തലിക്. കത്തോലിക്ക സഭയുടെ ആരാധനക്രമത്തെ വികലമാക്കി അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ്. അത് പാടില്ല എന്നാണ് അവിടെ പറയുക. അത് കഴിഞ്ഞിട്ട് ആ ഡോക്യുമെന്റിൽ തന്നെ തോമസ് അക്വൈനസിന്റെ ഒരു വാക്യം അവിടെ കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, one who offers worship to God on the church's behalf in a way contrary to that which is laid down by the church with God-given authority and which is customary in the church is guilty of falsification. ഒരാള് സഭ പറയുന്നത് പോലെ അല്ലാതെ തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ, കുദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ he is falsifying
ഹീസ് ഗിൽറ്റി ഓഫ് ഫാൾസിഫിക്കേഷൻ. ആ വൈദികൻ, തിരുകർമ്മം അനുഷ്ഠിക്കുന്നയാള് ഈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഡോക്യുമെന്റ്സിലെല്ലാം സൂചിപ്പിക്കുന്ന കാര്യമാണ്. വാട്ട് ആർ ദേ ഡൂയിങ്? impairing the unity of faith and worship in the church. സഭയുടെ വിശ്വാസത്തെയും സഭയുടെ ആരാധനക്രമത്തെയും വികലമാക്കുകയും സഭയുടെ യൂണിറ്റി, ഐക്യവും കൂട്ടായ്മയും നശിപ്പിക്കുകയും ചെയ്യാണ്. അതാണ് നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണ്. അപ്പം ആരാധനാക്രമത്തെ നമ്മൾ ഇഷ്ടംപോലെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് അഫക്ട്സ് ദ യൂണിറ്റി ഓഫ് ദ ചർച്ച്. അത് ഇന്ന് നമ്മൾ സീറോ മലബാർ സഭ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സഭയുടെ ഐക്യവും അഖണ്ഡതയും ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സഭ ചിലപ്പോൾ കടന്നു വരാറുണ്ട്. അപ്പം അതാണ് ഒരു കാര്യം, ഇമ്പയറിങ്. ദെൻ ഡോക്ട്രൈനൽ അൺസർട്ടനിറ്റി. ഏതാണ് വിശ്വസിക്കുന്നത്, ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് ആളുകൾക്ക് മനസ്സിലാകാത്ത അവസ്ഥ. ഒരു കാര്യം ഒരച്ഛൻ ഇങ്ങനെ ചെയ്യുന്നു, മറ്റേ അച്ഛൻ അങ്ങനെ ചെയ്യുന്നു, ഏതാ ശരി ഒരു പിടുത്തം ആളുകൾക്കില്ല. സോ ദിസ് ഈസ് ഡോക്ട്രൈനൽ അൺസർട്ടനിറ്റി. അതുകൊണ്ടാണ് ഇപ്പം ഈ ജസ്റ്റിസ് വെർബിസ്കെ എന്ന് പറയുന്ന കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഇറക്കിയ ഡോക്യുമെന്റിൽ പറയുന്നത് ഈ ഡോക്ട്രൈനൽ കോൺഗ്രിഗേഷനാണ്, അതായത് കോൺഗ്രിഗേഷൻ ഫോർ ഫെയ്ത്ത് ആൻഡ് മോറൽസ് ആണ് ആ ഡോക്യുമെന്റ് ഇറക്കിയിരിക്കുന്നത്. കാരണം അത് വിശ്വാസത്തെ സംബന്ധിക്കുന്ന ലിറ്റർജിയിൽ തെറ്റായ രീതിയിൽ ലിറ്റർജിയെ പരികർമ്മം ചെയ്യുക വഴി അത് അഫക്റ്റ് ചെയ്യുന്നത് വിശ്വാസത്തെയും സന്മാർഗത്തെയും ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ കോൺഗ്രിഗേഷൻ ലിറ്റർജി സംബന്ധമായ കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങി ഈ നോട്ട് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഡോക്ട്രൈനൽ അൺസർട്ടനിറ്റി, പിന്നെ ഈ പറഞ്ഞതുപോലെ സ്കാൻഡല്, ഉതപ്പ്, ഇതൊക്കെ നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഉതപ്പുണ്ടാകുന്നു. ദെൻ ബിവിൽഡർമെന്റ് എമംഗ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. ബിവിൽഡർമെന്റ് എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞു തന്നെ ഡോക്ട്രൈനൽ അൺസർട്ടനിറ്റി പറഞ്ഞതുപോലെ തന്നെ ആരൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും, ഒരു പിടുത്തം കിട്ടുന്നില്ല. ബിവിൽഡർമെന്റ് എന്ന് പറഞ്ഞാൽ അതാണ്, വണ്ടടിച്ച് നിൽക്കാം, ഓരോരുത്തരും കാട്ടിക്കൂട്ടുന്നതനുസരിച്ച് വണ്ടടിക്കുന്നു. അപ്പം ഇവിടെ അടുത്ത് ഒരു സ്ഥലത്ത് ഞാനൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ കുർബാനയൊക്കെ ചൊല്ലി പുള്ളിയുടെ മനസ്സിൽ വന്ന് പ്രാർത്ഥനകളൊക്കെ ചൊല്ലി പുറത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരുത്തൻ വന്ന് പറഞ്ഞു, ഓ അച്ഛാ കലക്കിട്ടാ, അച്ഛൻ്റെ കുർബാനയൊക്കെ കലക്കി. ഓ ഹിന്ദിയിൽ പറയും കമാൽ കർദിയ, കലക്കി. ഇത് കേൾക്കുമ്പോൾ അച്ഛൻ ഒരു 2-5 അങ്ങ് പോകുമ്പോൾ അടുത്ത വർഷം വരുമ്പോൾ വേറെ കുറെ പുതിയ സാധനങ്ങളാണ്. അപ്പൊ ഇതുകൊണ്ട് ഉണ്ടാകുന്ന എന്താണ്? ബിവിൽഡർമെന്റ്. ആളുകൾക്ക് ആകെ കൂടി ഒരു കൺഫ്യൂഷനാണ്. എന്താണ് ശരി, എന്താണ് ഏതിനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, ഏതിനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടാത്തത് ഒക്കെ ഉള്ള ആ കൺഫ്യൂഷനാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നടക്കുന്നത്. ദെൻ നിയർ ഇന്നെവിറ്റബിലിറ്റി ഓഫ് വയലന്റ് റിയാക്ഷൻ. ദാറ്റ് ഓൾസോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലർക്കൊക്കെ ഇതിന്റെ പേരിൽ വഴക്കും കയ്യാങ്കളിയൊക്കെ നടക്കുന്നുണ്ട്, വയലൻസ് നടക്കുന്നുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. കാരണം ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ നേരെ തിരിച്ചും ഇത് ചെയ്യുന്ന കാണുമ്പോൾ ആളുകൾ ചിലർക്ക് സഹിക്കാൻ പറ്റുകയില്ല, ചിലർ ഉടനെ ടേൺ ടു വയലൻസ്. ഇൻഎവിറ്റബിലിറ്റി ഓഫ് വയലന്റ് റിയാക്ഷൻസ്. ദെൻ പിന്നീട് പറയാണ് അൺഡ്യൂ എക്സ്പെരിമെന്റേഷൻ, ചേഞ്ചസ് ആൻഡ് ക്രിയേറ്റിവിറ്റി bewilder the faith. നേരത്തെ പറഞ്ഞ ആകാശം. Then use of unauthorized text means loss of necessary connection between lex orandi, lex credendi. പ്രാർത്ഥനയുടെ നിയമം, വിശ്വാസത്തിന്റെ നിയമം സഭയുടെ ആദ്യകാലത്തുണ്ടായിരുന്നതാണ്. പ്രാർത്ഥനയുടെ നിയമം എന്താണോ പ്രാർത്ഥിക്കുന്നത് അതായിരുന്നു വിശ്വസിച്ചിരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്താണോ വിശ്വസിച്ചിരുന്നത് അതാണ് പിന്നെ പ്രാർത്ഥനയിലേക്ക് വരുന്നത്. അതായത് നാലാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ടൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വിശ്വാസ സംഹിതകൾ രൂപപ്പെട്ടു. അതനുസരിച്ച് പ്രാർത്ഥനകൾ രൂപപ്പെടാൻ തുടങ്ങി. ഇപ്പം രണ്ടും അങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ടാണ്. ലെക്സ് ഒരാന്തി, ലെക്സ് കൃതേന്തി ഒക്കെ രണ്ടും, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ നിയമവും വിശ്വാസത്തിന്റെ നിയമവും പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുക. അത് പരസ്പരം ബന്ധമില്ലാതെ ഉള്ള ആരാധന ക്രമങ്ങളാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരും. ഇപ്പം നമ്മുടെ പ്രാർത്ഥനകൾ പലതും
ചില ഒത്തിരി പ്രാർത്ഥനകൾ തന്നെയുണ്ട്. ഞാൻ എല്ലാം എടുക്കുന്നില്ല. ഒന്ന് ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നിത്യവിശുദ്ധ അല്ല വിശുദ്ധനായ സെബസ്ത്യാനോസെ, ഞങ്ങൾക്ക് വേണ്ടി പാപികൾ ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ട് നർബോനയിൽ ജനിച്ചവനെ. പാപികളെ പരിശുദ്ധരാക്കാനായിട്ട് ജനിച്ചത് സെബസ്ത്യാനോസ് ആണോ കർത്താവ് വിശ്വസിയാണോ? ഇറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് ഹെരസി. ക്ലിയർ കേസ് ഓഫ് ഹെരസി. ഇതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഒരാള് കോർ റിഡംട്രിക്സ് എന്ന് പറഞ്ഞു, സഹരക്ഷകയായ മാതാവ്. ഇത് സഭ പണ്ടേ മുടക്കിയിട്ടുള്ളതാണ്. കർത്താവ് മാത്രമാണ് രക്ഷകൻ. അവര് മറ്റുള്ളവരെല്ലാം സഹകരിച്ചിട്ടുണ്ട്, അതിനോട് ചേർന്നിട്ട് നിന്നിട്ടുണ്ട്. ഇതൊക്കെയുണ്ട്. മാതാവൊക്കെ അതിനോട് കർത്താവിനോട് ചേർന്ന് നിന്നിട്ടുണ്ട്. പക്ഷെ മാതാവ് സഹരക്ഷകയൊന്നല്ല. പക്ഷെ അത് നമ്മുടെ പ്രാർത്ഥനകളിൽ പലയിടത്തും കടന്നു കൂടിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു കൊന്ത ഇറക്കാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു 5-6 പ്രാവശ്യം സഹരക്ഷക എന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള തെറ്റായ പ്രബോധനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മുടെ പ്രാർത്ഥനാ രൂപങ്ങളിലേക്ക് വരുന്നത് ഈ ലിറ്ററേച്ചർ ടെക്സ്റ്റ്. നമ്മൾ ലിറ്ററേച്ചർ ടെക്സ്റ്റ് ചെറിയൊരു തിരുത്തൽ വരുത്തിയാൽ പോലും ഇറ്റ് അഫക്ട്സ് ദ ഹോൾ വിശ്വാസ സംഹിതയാണ്. പലപ്പോഴും ഒരു ചെറിയ വാക്ക് മാറ്റിയാൽ മതി, ചിലപ്പോഴും അത് വിശ്വാസത്തെ പലപ്പോഴും അത് ബാധിക്കും. വളരെ പ്രധാന അങ്ങനെയുള്ള ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മുടെ കുർബാന പുസ്തകത്തിനകത്ത് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ, അതാണ് ഒരു കോൺസിക്വൻസ്. ഈ ഇനസ്തിമാബില് തോണും എന്ന് പറയുന്ന ഡോക്യുമെന്റിനകത്ത് പറഞ്ഞിരിക്കും. പിന്നെ പറയുന്നത് വിച്ചേസിമസ് കുന്തുസാനം എന്ന് പറയുന്നത്, അതായത് 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ 25ാമത്തെ വാർഷികത്തിന്റെ സമയത്ത് ഇറങ്ങിയിരിക്കുന്നതാണ്. അവിടെ പറയാണ്, ഓൺ ഒക്കേഷൻ ദെയർ ഹാവ് ബീൻ നോട്ടഡ് ഇല്ലിസിറ്റ് ഒമിഷൻസ് ആൻഡ് അഡിഷൻ. പുതിയ കൂട്ടിച്ചേർക്കലുകളും ഉപേക്ഷിക്കലുകളും. പലപ്പോഴും ഇപ്പൊ നമ്മുടെ കുർബാനയ്ക്കകത്ത് പലതും ബ്രാക്കറ്റിലുണ്ട്. എന്തൊരു തീഷ്ണതയാണെന്നറിയോ ആ ബ്രാക്കറ്റിലുള്ളതൊന്ന് ഉപേക്ഷിക്കാനുള്ള തീഷ്ണത കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ആഡ് ചെയ്ത് ചെല്ലാനായിട്ട് വലിയ തീഷ്ണത കാണിക്കാറില്ല. എവിടെയൊക്കെ ഉപേക്ഷിക്കാമോ അതെല്ലാം ഉപേക്ഷിക്കുക എന്നുള്ള ഒരു ട്രെൻഡാണ്. ഓക്കെ, ബ്രാക്കറ്റിലുള്ളതുകൊണ്ട് ഉപേക്ഷിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. നൈയാമികമായിട്ട് പറഞ്ഞാൽ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ അനുവദനീയമാണ്. എന്നാലും നമ്മുടെ മനോഭാവമാണ് ഇത് എല്ലാം കുറയ്ക്കണം. റിഡക്ഷനിസം ആൻഡ് മിനിമലിസം, ഇതാണ് ഒരു ട്രെൻഡ്. ആ ട്രെൻഡ് ഈ പറഞ്ഞ മാതിരി നമ്മുടെ ആരാധനക്രമത്തിന്റെ ചൈതന്യത്തിന് അല്ലെങ്കിൽ ആർട്ട് ഓഫ് സെലിബ്രേഷൻ ഇങ്ങനെ ചേരുന്ന ഒരു ഈ ട്രെൻഡ് അല്ല. റൈറ്റ്സ് ഇൻവെന്റഡ് ഔട്ട്സൈഡ് ദ ഫ്രെയിംവർക്ക് ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് നോംസ്. പുതിയ അനുഷ്ഠാനങ്ങൾ ഇടയിൽ കൂടെ കൂട്ടിച്ചേർക്കും. സഭയുടെ ഔദ്യോഗികമായ അംഗീകാരമില്ലാതെ പലതും. ഉദാഹരണം പറയാം, കഴിഞ്ഞ പ്രാവശ്യം ഞാനത് പറഞ്ഞാന്ന് തോന്നുന്നു. കുർബാനയുടെ അനാഫറയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ് കഴിഞ്ഞ ഉടനെ ചിലർ പാട്ടങ്ങ് തുടങ്ങും. ദൈവ പിതാവേ അങ്ങേ ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. സോ അത് റൈറ്റ്സ് ഇൻവെന്റഡ് ഔട്ട്സൈഡ്. ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ ലിറ്റർജിയുടെ അല്ലെങ്കിൽ അനാഫറയുടെ ചൈതന്യത്തിന് ഒരു തരത്തിലും ചേരിയല്ലാത്ത രീതിയിലുള്ള പാട്ടുകളും കൂട്ടിച്ചേർക്കലുകളും ഒക്കെ. അതുപോലെ തന്നെ പാട്ടുകൾ മാറ്റി. ഉദാഹരണത്തിന് നമ്മുടെ കാഴ്ചവെപ്പിന്റെ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥന നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ഉയർപ്പിക്കുന്ന പീഡാനുഭവത്തിന്റെ മരണത്തിന്റെ ഉത്ഥാനത്തിന്റെ ഓർമ്മയായി കൽപ്പിൻ ചെയ്ത മിശിഹ ഈ കുർബാന സ്വീകരിക്കട്ടെ എന്നാ പറയുന്നത്. പക്ഷെ ആ സമയത്ത് പാടുന്ന പാട്ടോ നിത്യപിതാവേ കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും പാട്ട്. അപ്പൊ ഈ പ്രാർത്ഥന ഒന്ന്, പാട്ട് വേറൊന്ന്. ഇതുപോലെ തന്നെ കുർബാന ഉയർത്തുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നത്. ആ പ്രാർത്ഥന സമയത്ത് അവിടെ തന്നെ കൃത്യമായിട്ട് ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ട്. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം ജീവനുള്ള അപ്പമാണ്, ഇത് ഇറ്റ് ഈസ് ബ്രോക്കൺ ഫോർ. സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണെന്നുള്ള ഒരു തീം. രണ്ടാമത്തെ തീം, ഇത് കർത്താവ് അപ്പമായി തീർന്നിരിക്കുന്ന ഭക്ഷണമായിട്ടാണ്. അത് ഇറ്റ് ഈസ് ബ്രോക്കൺ ഫോർ ദ ഫൊർഗീവ്നെസ് ഓഫ് സിൻസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആ പ്രാർത്ഥന പോകുന്നത്. അതൊന്നും ഇല്ലാതെ വേറെ നമ്മുടെ ദൈവം ഇത്, നമ്മോട് കൂടെ ഇത് എന്നുള്ള ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ ലെക്സ് വരാന്തിയും ലെക്സ് ഹൃദയന്തിയും ഒക്കെ
ചേരുന്നതിന്, അതുപോലെ തന്നെ പുതിയ പുതിയ റൈറ്റ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഭാഗമാണ്. പോസ്റ്റേഴ്സ് ഓർ സോങ്സ് വിച്ച് ആർ നോട്ട് കണ്ടീസീവ് ടു ഫെയ്ത്ത് ഓർ ടു ദ സെൻസ് ഓഫ് ദ സേക്രഡ്. ഒരു പാട്ട് പാടുകയാണെങ്കിൽ തന്നെ അമ്മമാർക്കൊക്കെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. മുന്തിരി ചെടിയല്ലോ ഞങ്ങൾ അതിന് ശാഖകൾ എന്ന് പറഞ്ഞു ഒരു പാട്ട് നിങ്ങൾ അറിയാമല്ലോ. അപ്പൊ ഈ പാട്ട് പാടി ഞാൻ പണ്ട് 84 പൂനെയിലുണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ കൊയർ ഈ പാട്ട് പാടി. കഴിഞ്ഞ് അവിടെ കേണല്, പൂനെ മിലിറ്ററിക്കാരുടെ സെന്ററാണ്, അവിടുത്തെ ഒരു കേണൽ വന്നിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, അച്ഛൻ ഈ പാട്ടിന് ഇവരെ കൊണ്ട് പാടിപ്പിച്ച് ഞാൻ ഈ പള്ളിയിലോട്ട് കയറത്തില്ല. കാരണം എന്താണ്? കാരണം എന്ന് പറഞ്ഞാൽ ഈ പാട്ട് പാടുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് വേറെ ചിന്തകളാണ്. എന്താണ് വേറെ ചിന്തകൾ? ചിത്തിമന്ദാരം തുളസി ചിത്തകമാലകൾ ചാർത്തി കൂട്ടുവായൂരപ്പ നിന്നെ കാണണം. അപ്പൊ ഇതാണ് ഗുരുവായൂരപ്പന്റെ ഓർമ്മയാണ് വരുന്നത്. ഞാൻ മുന്തിരിച്ചെടിയുടെ പാട്ടാ പാടുന്നത്, പക്ഷെ മനസ്സിലേക്ക് വരുന്നത് ഈ ഗുരുവായൂരപ്പന്റെ സ്മരണമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ പറഞ്ഞ പോലെയുള്ള ഈ ആരാധനക്രമത്തിന് ചേരുകയല്ലാത്ത പാരഡികൾ. ഈ അടുത്ത കാലത്ത് കൊണ്ട് ഏതോ ഒരു പാരഡിയെ കുറിച്ചുള്ള കമന്റുകൾ കേട്ടായിരുന്നു. പാരഡികളും അതുപോലെയുള്ള ചേരുകയല്ലാത്ത പ്രാർത്ഥനകളും ആരാധനക്രമത്തിന്റെ ചൈതന്യത്തിന് ചേരാത്ത, അവകാശികളുടെ ചൈതന്യത്തിന് ചേരാത്ത പാട്ടുകളൊക്കെ പാടുന്നതാണ് മറ്റൊരു കാര്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Posters and songs. Abuses in the practice of general absolution. നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കുമ്പസാരത്തിന് പാവമോചനം എന്ന് പറയുന്ന 3 തരത്തിലുള്ള പാവമോചനമാണ് അനുവദിച്ചിരിക്കുന്നത്. ഒന്ന്, നേരിട്ട് പോയി കുമ്പസാരിക്കുന്ന ഒരു പാവം. മറ്റൊന്ന് ജനറൽ അബ്സല്യൂഷൻ. അതെപ്പോഴാണ്? എല്ലാവരും വ്യക്തിപരമായിട്ട് പോയി കുമ്പസാരിക്കുന്നു, അവർക്ക് പ്രായശ്ചിത്വവും കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് പൊതുവായിട്ട് വന്ന് എല്ലാവരും ഒരുമിച്ച് കൂടി വന്ന് ജനറൽ അബ്സല്യൂഷൻ കൊടുക്കും. അത് അനുവദനീയമാണ്. അല്ലാതെ വെറുതെ എല്ലാവരും വന്നേ പാവങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ച് ഞാനിപ്പോ ഒരു ആശ്വാസം തരാം, അതോടുകൂടി നിങ്ങളുടെ പാവങ്ങളൊക്കെ മോഹിച്ചു ചില അച്ഛന്മാർക്ക് കാണിക്കും. ഇത് അനുവദിച്ചിട്ടില്ല. അപ്പൊ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന അബ്യൂസസ് ഇൻ ദ പ്രാക്ടീസ് ഓഫ് ജനറൽ അബ്സല്യൂഷൻ. ജനറൽ അബ്സല്യൂഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ പാപമോചനം കൊടുക്കുന്ന കാര്യത്തിലുള്ള അനാസ്ഥകളും അതുപോലെയുള്ള ഇഷ്ടാനിഷ്ടങ്ങളും ഓരോരുത്തരും കാട്ടിക്കൊടുക്കുന്നതിന് കാര്യം. കൺഫ്യൂഷൻ ബിറ്റ്വീൻ ദ മിനിസ്ട്രിയൽ പ്രീസ്റ്റ്ഹുഡ് ലിങ്ക്ഡ് വിത്ത് ഓർഡിനേഷൻ. നേരത്തെ പറഞ്ഞത് തന്നെ മറ്റേ ഡോക്യുമെന്റിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്. The common priesthood of faithful, which has its foundation in baptism. And it cannot be tolerated that certain priests should take upon themselves the right to compose Eucharistic prayer. നേരത്തെ പറഞ്ഞ തന്നെ ഓരോരുത്തർ ഇഷ്ടം പോലെ ഓരോ പ്രാർത്ഥന ഉണ്ടാക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഫൈൻ റീഡിങ്സ് ഫ്രം ടെക്സ്റ്റ് ഫ്രം അതർ സേക്രഡ് സ്ക്രിപ്ചർ. മറ്റ് മതങ്ങളുടെ ഗീതയെന്നും ഇതൊക്കെ പണ്ടുണ്ടായിരുന്നതാണ്. ഈ ഇത് ഇറങ്ങുന്ന സമയത്ത് ഇതൊക്കെ വളരെ കോമൺ ആയിരുന്നു. അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റോമൻ ലിറ്റർജി ആൻഡ് ഇൻകൾച്ചറേഷൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ്. അതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ് ലിറ്റർജി എന്ന് പറയുന്നത് വിശ്വാസികളുടെയാണ്. അതുകൊണ്ട് വിശ്വാസികളുടെ ആയതുകൊണ്ട് വിശ്വാസികളാണ് ഇതിനകത്ത് സംബന്ധിക്കുന്നത്. അല്ലാണ്ട് അവിശ്വാസികൾക്ക് വേണ്ടിയിട്ടല്ല ലിറ്റർജി. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് അവരും കൂടെ കൂട്ടിക്കോട്ടെ, അവർക്ക് കൂട്ടാൻ പ്രയർ സർവീസ് മറ്റു കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് പ്രയർ സർവീസും വചന പ്രഘോഷണവും അതൊക്കെ നല്ലതാണ്. പക്ഷെ ലിറ്റർജി എന്ന് പറയുമ്പോൾ 2ാം പാർട്ടിലേക്ക് വരുമ്പോൾ, അതുകൊണ്ടാണല്ലോ മാമോദിസ സ്വീകരിക്കാത്തവർക്ക് പോകാം, ജീവന്റെ അടയാളം സ്വീകരിക്കാത്തവർക്ക് പോകാം, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ലാത്തവർക്ക് പോകാം, കാഴ്ചക്കാരായി നിങ്ങൾ പോയി അവിടെ കാവൽ നിൽക്കും എന്ന് പറയുന്ന ഒരു ഭാഗം. അതിപ്പോഴും ബാധകമാണ്. വിശ്വാസികൾക്കുള്ളതാണ് വിശുദ്ധ കുർബാന. അല്ലാതെ അവിടെ ഞാനിത് പറഞ്ഞു തന്നിട്ടൊരു അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിയാണ്. ജീവന്റെ അടയാളം എന്താണ്? പലരും ധരിച്ചു വെച്ചിരിക്കുന്ന ജീവന്റെ അടയാളം എന്ന് പറയുന്നത് സൈഡ്ലേവൻ എല്ലാവരും ഉത്തരം പറയാറുണ്ട്. ജീവന്റെ അടയാളം എന്ന് പറയുന്നത് മാമോദീസയാണ്. ജീവന്റെ അടയാളം സ്വീകരിക്കാത്തവർക്ക് പോകാന്ന് പറയുന്നത് മാമോദീസ കഴിഞ്ഞതിന് ശേഷം പാപം ചെയ്തിട്ടുള്ളവര് ആദ്യകാലങ്ങളിൽ അവർ സഭയിലേക്ക് തിരിച്ചു വരുമ്പോൾ
അവർക്ക് റുഷ്മ ചെയ്ത് അവർക്ക് പാവമോചനം കൊടുത്ത് അവരെ നെറ്റിയിൽ റുഷ്മ ചെയ്തിട്ടാണ് അവർ സ്വീകരിച്ചത്. അതാണ് ഈ റുഷ്മ അല്ലെങ്കിൽ ജീവന്റെ അടയാളം എന്ന് പറയുന്നത്. ആ അതാണ് കുമ്പസാരമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ജീവന്റെ അടയാളം. അപ്പം മാമോസ് സ്വീകരിക്കാത്തവർക്ക് പോകാം, മാമോസ് സ്വീകരിച്ചതിന് ശേഷം പാപം ചെയ്തിട്ട് അവർക്ക് പാവമോചനം കിട്ടാത്തവർക്ക് പോകാം, അടയാളം സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് പോകാം. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ലാത്തവർക്ക് പോകാം, കേൾവിക്കാർക്കും പോകാം. അപ്പൊ അതുകൊണ്ട് അപ്പം ഈ ആ ഒരു പോയിന്റാണ് ഈ റോമൻ ലിറ്റർജി ആൻഡ് ഇൻകൾച്ചറേഷനകത്ത് പറയുന്നത്. പിന്നെ പറയുന്നത് റോമൻ ലിറ്റർജിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, liturgical celebration should not be marked even in appearance. ശരിയായിട്ട് വേണ്ട, അപ്പിയറൻസിൽ പോലും അത് ഒരു എന്താ പറയുക സിൻക്രറ്റിസം ആണെന്ന്. അങ്ങനെയാകാം ഇങ്ങനെയാകാം. അപ്പോൾ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഒത്തിരി അവരുടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടു വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അത് ചെയ്താലും കുഴപ്പമില്ല. ചിലരൊക്കെ ഓണം നടത്താറുണ്ട്. ഓണത്തിന് ഇപ്പം ഹിന്ദുക്കൾ പോലും ഓണത്തിന്റെ കൂടില്ലെന്നാ പറയുന്നത്. പക്ഷെ നമ്മളിപ്പം ഏറ്റവും കൂടുതൽ പള്ളിയിൽ ഓണത്തപ്പനെയും ഓണപ്പൂവും ഓണക്കളികളൊക്കെ നടത്തുന്നത് നമ്മൾ കത്തോലിക്കരാണ്. ഇതൊരു തെറ്റായ ഒരു സിഗ്നലാണ്. അതാണ് ഇവിടെ ഇൻകൾച്ചറേഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ സിൻക്രറ്റിസം വിൽ ബി സ്റ്റിൽ വേഴ്സ് if biblical readings and chants or prayers are replaced by text from other religions. Even if ചിലരിപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ കാണാം. ഇത് സായിപ്പിന്റെ നാട്ടിലാണെങ്കിൽ അപ്പൊ തന്നെ അവർ പുറത്താക്കും. നമ്മുടെ സഭയിൽ ഇങ്ങനെ എന്ത് കാണിച്ചാലും ഒരു പ്രശ്നമില്ല, എല്ലാം ചലേക എന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതു പോളിസി. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്താലും എന്നുള്ളത്. അപ്പൊ ഇതുകൊണ്ട് ഇതൊക്കെയാണ് പൊതുവായിട്ട് സഭയെ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കണം നമ്മുടെ തിരുക്കർമ്മങ്ങൾ കുദാശകൾ പരികർമ്മം ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ്, ഒന്ന് സഭ ആഗ്രഹിക്കുന്ന പോലെ തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കും. രണ്ടാമത്, തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വൈദികനുണ്ടായിരിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇറ്റ്സ് എ ഫൗണ്ടേഷണൽ സാക്രമെന്റ് ആണ്. പൗരോഹിത്യം എന്ന് പറയുന്നത് നമ്മുടെ സഭാപിതാക്കന്മാരുടെ ലിസ്റ്റ് അനുസരിച്ച് ആദ്യത്തെ കുദാശ എന്ന് പറയുന്നത് പൗരോഹിത്യമാണ്. പ്രീസ്റ്റ്ഹുഡാണ് ആദ്യം വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ബാപ്റ്റിസം, അത് കഴിഞ്ഞ് പിന്നെ യൂക്രിസ്റ്റ്, അങ്ങനെയാണ് എൻ്റെ ഓർഡർ. അപ്പം ഈ പൗരോഹിത്യം വിത്തൗട്ട് പ്രീസ്റ്റ് നോ സാക്രമെന്റ്സ്, നോ മിസ്റ്ററീസ് ആർ സെലിബ്രേറ്റഡ്. ഇതാണ് സഭയുടെ സഭാപിതാക്കന്മാർ പൗരസ്ത്യ സഭയിലെ പിതാക്കന്മാരുടെ പൊതുവായിട്ടുള്ള നിലപാട്. അതാണ്, നോ സാക്രമെന്റ്സ് ആർ സെലിബ്രേറ്റഡ്, നോ മിസ്റ്ററീസ് ആർ സെലിബ്രേറ്റഡ് വിത്തൗട്ട് എ പ്രീസ്റ്റ്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രീസ്റ്റ് ആയിരിക്കണം ഈ തിരുക്കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത്, വലുതായാലും ചെറുതായാലും അനുഷ്ഠിക്കുന്നത് എന്ന് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് ഒരു കുദാശയുടെ കൗദാശിക മാനത്തിന് ഇന്റൻഷൻ ഓഫ് ദ ചർച്ച്, ദ പ്രീസ്റ്റ് ഈസ് സെലിബ്രേറ്റിംഗ് ദി വൺ. പിന്നെയുള്ള പറഞ്ഞിരിക്കുമ്പോൾ ഈ ജസ്റ്റിസ് വെർബിസ്കെ എന്ന് പറഞ്ഞിരിക്കുന്ന ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്, പണ്ട് കാലത്ത് സ്കോളാസ്റ്റിക് ഒരു 12-13 നൂറ്റാണ്ട് ശേഷമുള്ള കാലഘട്ടത്തിലൊക്കെ സ്കോളാസ്റ്റിക് തിയോളജിക്ക് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മാറ്റർ ആൻഡ് ഫോമിനെ പറ്റി പറയുമ്പോൾ വളരെ മാജിക്കൽ ആയിട്ടുള്ളതാണ്. മാറ്റർ എന്ന് പറയുന്നാല് ദ്രവ്യം അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. ഇപ്പം അപ്പം, കുർബാനയാണെങ്കിൽ അപ്പം, പിന്നെ വീഞ്ഞ്, മാമോദിസയാണെങ്കിൽ വെള്ളം, തൈലം, വേറെ പട്ടത്തിനാണെങ്കിൽ കൈവെപ്പ്, കുംഭസാരത്തിനാണെങ്കിൽ പാപം ഏറ്റുപറയുന്നത്, അത് പാപം മോചിക്കുന്നത്. പാപം ഏറ്റുപറയുന്നത് ദ്രവ്യം, പാപം മോചിക്കുന്നത് ഫോം. അപ്പം മാറ്റർ ആൻഡ് ഫോം എന്ന് പറഞ്ഞാൽ കുറച്ച് വാക്കുകളും കുറച്ച് ആക്ഷന്റെ ഒരു വസ്തുവിന്റെ മേലെ അല്ലെങ്കിൽ ഒരു വാക്കുകൾ അല്ലെങ്കിൽ ഇതിന്റെ വാക്യങ്ങൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ മാറ്റർ ആൻഡ് ഫോം എന്നുള്ള രീതിയിലായിരുന്നു ഈ സ്കോളാസ്റ്റിക്കുകാരുടെ കാലഘട്ടത്തിൽ. അതൊക്കെ ഇപ്പൊ മാറി. ജസ്റ്റിസ് വെർബീസൊക്കെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാം പ്രധാനപ്പെട്ടതാണ്. മാറ്റർ ആൻഡ് ഫോം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പാട്ടുകളുണ്ട്, എല്ലാം അതിനകത്ത് പാട്ടുകള്, പ്രാർത്ഥനകള്, അതിനകത്തുള്ള ജെസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്
ഇതാണ് ഈ മാറ്റർ ആൻഡ് ഫോം. അതിന് വളരെ ശക്തമായിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇപ്പം ഈ ജസ്റ്റിസ് വെർബിസ്കെ എന്ന് പറയുന്ന ആ ഡോക്യുമെന്റിൽ 17ാമത്തെ ഖണ്ഡികയിൽ പറയുന്നതാണ്. Both the matter and form summarized by the Code of Canon Law are established to in the liturgy books promulgated by the competent authority. It must therefore be faithfully observed. എങ്ങനെയാണോ തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതെന്ന് പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതാണ് ഫോം. പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഫോം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ വേണം സാധനങ്ങൾ, ഇപ്പം അപ്പമാണോ ഓസ്തിയാണോ അല്ലെങ്കിൽ വീഞ്ഞാണോ, അതാണ് അതിന്റെ മുകളിലാണ് ഈ പ്രാർത്ഥനകൾ ചെല്ലുന്നത്. അപ്പം പണ്ട് കാലത്ത് ഇതെന്റെ ശരീരമാവും നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ രക്തമാണ് നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അപ്പവും കർത്താവിന്റെ ശരീരം രക്തമായി നമ്മൾ സ്കോളാസ്റ്റിക് തിയോളജിയുടെ സമയത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അമിത രീതിയിൽ അവതരിപ്പിച്ചു. ഇന്നിപ്പം നോ സെൻസിബിൾ തിയോളജിയൻ സെസ് ദാറ്റ് ആ ഒരൊറ്റ വാക്കുകൊണ്ട് അങ്ങനെയാവുന്നില്ല. ദ ഹോൾ സെലിബ്രേഷൻ അല്ലെങ്കിൽ ദ ഹോൾ അനാഫറ, ഇപ്പം രത്നസഭയിലാണെങ്കിൽ ദ ഹോൾ യൂക്രിസ്റ്റിക് പ്രെയർ ഈസ് കോൺസെൻട്രേറ്റ്, അല്ലാണ്ട് ഒരു വാക്കല്ല കോൺസെൻട്രേറ്റ് ആവുന്നത്. അതുകൊണ്ട് തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അല്ലെങ്കിൽ കുദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ പകുതി മുക്കാലും വിട്ടിട്ട് ഇപ്പം മാമോദീസയൊക്കെ നമ്മൾ നടത്തുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അന്തവും ഒരു പിടിയും കിട്ടത്തില്ല. കാരണം ഓരോരുത്തര് ഇഷ്ടം പോലെയാണ് കാണിക്കണം. അതിന്റെ അടിസ്ഥാനമായ കാര്യങ്ങൾ പോലും ചിലപ്പോൾ ഈ മാമോദീസയിൽ നടക്കുന്നില്ല. എന്താണ് അടിസ്ഥാനപരമായ കാര്യങ്ങൾ? വെള്ളം കൂദാശ ചെയ്യുന്നത്, തൈലം കൂദാശ ചെയ്യുന്നത്, ഇതൊന്നും നടക്കുന്നില്ല പലരും. ഇനി നടന്നാലും പിന്നെ പരികർമ്മം ചെയ്യുന്നതോ ഓരോ രീതിയിലാണ് പരികർമ്മം ചെയ്യുന്നത്. കൃത്യമായിട്ട് അതിന്റെ സുറിയാനി പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് മാമോദീസ കൊടുക്കുമ്പോൾ കൃത്യം പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ അനോയിന്റിങ് ചൂണ്ടുവിരൽ. എങ്ങനെയാണ് ചെയ്യുന്നത്? അടിയിൽ നിന്ന് മുകളിലേക്കും വലത്തും. രണ്ടാമത്തെ റുഷ്മ, അത് ആ കൂദാശയുടെ സമയത്ത് കൂദാശ ചെയ്യപ്പെട്ട തൈലം ഉപയോഗിച്ചാണ്. അത് 3 വിരൽ കൊണ്ട് മുകളിൽ നിന്ന് താഴേക്കും നെഞ്ചില് മുകളിൽ നിന്ന് താഴേക്കും വലത്തുന്നിടത്തും. മൂന്നാമത്തത് സൈലേവർ എന്ന് പറയുന്ന അത് തള്ളവിരൽ കൊണ്ട് നെറ്റിയിൽ അടിയിൽ നിന്ന് മുകളിലേക്കും വലത്തുന്നിടത്തും. കൃത്യമായിട്ട് പറഞ്ഞിട്ട് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട് തമ്പുരാന് മാത്രം അറിയാം. ചിലയിടത്തും തൈലം ഉപയോഗിക്കുന്നില്ല, ഒരു തൈലം തന്നെ എല്ലാവരും ഉപയോഗിക്കും. ഇതൊക്കെ വളരെ വികലമായ രീതിയിൽ കൂദാശകളെ കാണുകയും അതിനെ 1996 ഒരു സിനഡ് ഉണ്ടായിരുന്നു റോമിൽ. നമ്മുടെ സീറോ മലബാർ സഭയുടെ മെത്രാന്മാരെ അങ്ങോട്ട് വിളിപ്പിച്ചിട്ട് അവിടെ ഒരു സിനഡ് ഉണ്ടായിരുന്നു. ആ സിനഡിന്റെ സമയത്ത് പ്രധാന ടോക്കിൽ പറഞ്ഞാണ് ഹോമോജിനിറ്റി ഇൻ ദ കൺസെപ്ഷൻ ആൻഡ് സെലിബ്രേഷൻ ഓഫ് ഹോമോജിനിറ്റി. തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിനകത്ത് ഏകദേശമൊക്കെ ഒരു ഒരുമയുണ്ടായിരിക്കണം, ഒരു പ്രത്യേകത. ഓരോരുത്തരും ഓരോ രീതിയിലല്ല ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ഇന്ന് എൻ്റെ ഇടവകയിൽ ഇന്ന് ആദ്യ കുർബാന സ്വീകരണം ഉണ്ടായിരുന്നു. ചിലർക്ക് അറിയത്തില്ല മാമോദിസ മുങ്ങിയ സമയത്ത് ടയർലേവനും കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അച്ഛനും അറിയത്തില്ല, കുട്ടികൾക്കും അറിയത്തില്ല, ഡോക്യുമെന്റ്സിലും ഇല്ല. കാരണം ചില രൂപതകളിൽ ഈ അടുത്ത കാലത്താണ് ഈ ഡോക്യുമെന്റിനകത്ത് ഈ രജിസ്റ്ററിനകത്ത് ക്രിസ്മേഷൻ ചേർക്കാൻ തുടങ്ങി. പണ്ടത്തിനകത്ത് ക്രിസ്മേഷൻ എന്നുള്ളതൊന്നും ഇല്ല, അത് റിമാർക്കായിട്ട് എഴുതിക്കൊണ്ടിരുന്നു. ആ റിമാർക്ക് എഴുതിയില്ലെങ്കിൽ അത് സ്വീകരിച്ചിട്ടില്ല, അറിയൂല. ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അറിയത്തില്ല. അല്ലെങ്കിൽ വല്ല ഫോട്ടോ ഇടണം. ഫോട്ടോ കൃത്യമായിട്ട് ഫോട്ടോഗ്രാഫേഴ്സിന് അതൊന്നും നേരമില്ല. അവർ നെറ്റി നേരത്തെ അവർ കാലിന്റെ ഫോട്ടോയാണ് എടുത്തത്. അപ്പൊ പിന്നെ ഫോട്ടോയിലൊന്നും കണ്ടെന്ന് വരികയില്ല. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ മാറ്റർ ആൻഡ് ഫോം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടുന്നതാണ്. ആക്ഷൻസ്, ജസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ് എല്ലാം കൂടി പെടുന്നതാണ് ഈ മാറ്റർ ആൻഡ് ഫോം എന്ന് ഇപ്പം ഈ ജസ്റ്റിസ് വെർബിസ്കയുടെ അതിന്റെ
അതിന്റെ തിങ്കിങ് അല്ലെങ്കിൽ അതിന്റെ പുറകിലുള്ള ചേതോവികാരം എല്ലാം പെടുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും മാറ്റാനും മറിക്കാനും അനുവാദമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഒരു ചെറിയൊരു കാര്യമല്ലേ, അത് കുഴപ്പമില്ലല്ലോ. അങ്ങനെ ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് അതിന്റെ വാലിഡിറ്റിയെ, സാധുതയെ അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരു ചെറിയ മാറ്റമാണെങ്കിലും ഇറ്റ് ഈസ് ഇല്ലിസിറ്റ്. അത് നൈയാമികമല്ല, നിയമപ്രകാരമുള്ളതല്ല, ശരിയായ രീതി അല്ലെന്നാണ് ഈ ജസ്റ്റിസ് വെർബിസ്കെ എന്ന് പറയുന്ന ആ ഡോക്യുമെന്റിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പം ഈ സഭയുടെ പ്രബോധനം തന്നെ ഫ്രാൻസിസ് മാർപ്പായുടെ ഈ കാലഘട്ടത്തിൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് തന്നെ അത്ഭുതമാണ്. കാരണം ആദ്യകാലങ്ങളിലൊക്കെ ഫ്രാൻസിസ് മാർപ്പായുടെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത്ര അധികം മുൻതൂക്കം കൊടുക്കുന്നില്ലായിരുന്നു. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ദെസിദരാവി എന്ന് പറയുന്നതും ഈ പറഞ്ഞ ജസ്റ്റിസ് വെർബിസ്കെ എന്ന് പറയുന്നതും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ആരാധനക്രമത്തിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് മാർപ്പാപ്പ ഈ പ്രബോധനങ്ങൾ നടക്കുന്നത്. അപ്പം മാൻഫ്രൺ ഫോം വൈദ്യം വേണം, വൈദികൻ വേണം, പിന്നെ ശരിയായ രീതിയിൽ ഈ അവിടെ ഉപയോഗിക്കുന്ന വാക്കുകളും പ്രവർത്തികളും ഒക്കെ കൃത്യമായിട്ട് ചെയ്യണം. പിന്നെന്താണ് വേണ്ടത്? പിന്നെ വേണ്ടത് തിരുക്കർമ്മങ്ങൾ ചില അടിസ്ഥാനപരമായിട്ടുള്ള കുദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളതാണ്. റുഷ്മ, നോ മിസ്റ്ററീസ് ആർ consecrated without the rushma in the form of the cross. റുഷ്മ പുരുഷാകൃതിയിലുള്ള റുഷ്മ ഇല്ലാതെ ഒരു ദൈവിക രഹസ്യവും കൂദാശ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആകുന്നില്ല എന്നാണ്. അപ്പൊ ഈ റുഷ്മ എന്ന് പറയുന്നത് നമ്മുടെ ആരാധനക്രമത്തിൽ ഏത് കൂദാശകൾ എടുത്താലും അതിനകത്ത് ട്രിപ്പിൾ റുഷ്മകളാണ്. 3 റുഷ്മ ജനങ്ങളുടെ മേലും, 3 റുഷ്മ തൻ്റെ മേലും, വൈദികൻ തൻ്റെ മേൽ തന്നെ കുരിശ് വരയ്ക്കുന്നു, 3 റുഷ്മ മിസ്ട്രീസിന്റെ മേൽ. അപ്പൊ ഈ മിസ്ട്രീസിന്റെ മേലുള്ള തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ മിസ്ട്രീസിന്റെ മേലുള്ള ഈ 3 റുഷ്മകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ നമ്മൾ കുർബാനയിലാണെങ്കിൽ ഏതാ ഇത് ഈ 3 ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് പറയുന്ന പ്രാർത്ഥന, നമ്മുടെ കൃപയും പിതാവായത് അവിടെ വരണം. രണ്ടാമത്തേത് ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ് കഴിഞ്ഞ ഉടനെയുള്ള മൂന്നാമത്തെ ഗഹന്ത പ്രാർത്ഥനയ്ക്ക് ശേഷം വരുന്ന റുഷ്മ, ദിവ്യരഹസ്യങ്ങളുടെ മേലുള്ള റുഷ്മ. പിന്നെ എപ്പിക്ലേസിസ് കഴിഞ്ഞിട്ടുള്ള റുഷ്മ. ഈ 3 റുഷ്മകളാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കുദാശകളുള്ളത്. ഇത് തന്നെ മറ്റു എല്ലാ കുദാശകളിലും നമുക്കത് കാണാനായിട്ട് സാധിക്കും. മാമോദീസായിലുണ്ട്, അതുപോലെ തന്നെ വിശുദ്ധ ഈ വിവാഹത്തിലുണ്ട്, പട്ടത്തിലുണ്ട്. ഏത് കുദാശ എടുത്താലും അവിടെ എല്ലാം ശരിയായ രീതിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഈ 3 പ്രത്യേകിച്ച് മിസ്ട്രീസിന്റെ മേലുള്ള റുഷ്മകൾ വളരെ പ്രധാനമായിട്ട് കാണും. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇത് കുദാശകൾ ആക്കുന്ന കാര്യത്തിൽ. പിന്നെ the presence of the gospel and presence of the cross. പിതാക്കന്മാർ പറയുന്ന മറ്റൊരു കാര്യമാണ്, no mysteries are consecrated without the cross and the gospel. വിശുദ്ധ സുവിശേഷത്തിന്റെയും വിശുദ്ധ സ്ലീവായുടെയും സാന്നിധ്യമില്ലാതെ ഒരു രഹസ്യവും പരികർമ്മം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഉപദാശ ചെയ്യപ്പെടുന്നില്ല. അപ്പം അവിടെ ആവശ്യമായിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇസ് ഓൺ ദ ഓൾട്ടർ. അപ്പം അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതൊക്കെ പിതാക്കന്മാർ പലരും നർസായി പറയുന്നുണ്ട്, ബർസോവി പറയുന്നുണ്ട്. ഇവരെല്ലാം പറയുന്ന ഒരു കാര്യം, മറ്റു പിതാക്കന്മാരെല്ലാം പറയുന്നതാണ് ഈ ക്രോസ് ആൻഡ് ദ ഗോസ്പൽ. ഇവിടെ വേറെ ചില ആളുകൾ അച്ഛന്മാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഈ പല തിരുക്കർമ്മങ്ങൾക്കും സുവിശേഷ ഗ്രന്ഥം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സുവിശേഷ ഗ്രന്ഥത്തിന് വരെ എപ്പോഴും ബൈബിൾ കൊടുത്തു വയ്ക്കും. ബൈബിള്
ബൈബിൾ അല്ല, സുവിശേഷ ഗ്രന്ഥം എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് സുവിശേഷ ഗ്രന്ഥം തന്നെയാണ് വെക്കേണ്ടത്, അല്ലാതെ ബൈബിൾ അല്ല. ബൈബിള് വേറെ കോൺസെപ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് ഈ സുവിശേഷ ഗ്രന്ഥം, പിന്നെ ഇതിന്റെ പ്രതിയാത്മത എന്താണ്? പ്രതിയാത്മത, the gospel is the soul of Christ and the cross is the body of Christ and priest is the persona Christi Captis. ക്രിസ്തുവിന്റെ വ്യക്തിത്വം തന്നെയാണ് വൈദികൻ. അപ്പൊ ഇത് ഇങ്ങനെയാണ് ആ വൈദികൻ ആ വ്യക്തിത്വം എടുത്തിരിക്കുന്നത്. ഇതിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുക്കർമ്മങ്ങൾ പറയാനും പ്രാർത്ഥനകൾ ചെല്ലാനും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തോന്നുന്നു. മാറ്റർ ആൻഡ് ഫോം, അല്ലെങ്കിൽ പ്രാർത്ഥനകള്, ആംഗ്യങ്ങള്, ചേഷ്ടകള്, അതെല്ലാം അത് പ്രധാനപ്പെട്ടത്. ഇന്റൻഷൻ ഓഫ് ദ ചർച്ച്, അത് ചെയ്യാനുള്ള സഭ ചെയ്യുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വൈദികനായിരിക്കണം, റുഷ്മ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ സ്ലീവായും സുവിശേഷവും സ്ലീവായും അവിടെ തിരുക്കർമ്മം അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു. ഇത് ഉദാശകളുടെ കാര്യം മാത്രമല്ല, എല്ലാ തിരുക്കർമ്മങ്ങൾക്കും ഈ ഇതൊക്കെ ആവശ്യമാണ്. റുഷ്മയും ആവശ്യമാണ്. റുഷ്മ ഇല്ല, കാരണം റുഷ്മ ചെയ്യുന്നത് വൈദികന് മാത്രമേ പറ്റത്തുള്ളൂ. റുഷ്മ വൈദികന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് മറ്റ് താഴ്ന്ന ഓർഡറിലുള്ള ആർക്കും തന്നെ തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റത്തില്ല. ചില ആളുകൾ ചെയ്യുന്നുണ്ട്, ചില ലത്തീൻ സഭയിൽ ചില തിരുക്കർമ്മങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് കൊടുത്തിരിക്കുന്നത് അത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ മാത്രമേ കൊടുക്കൂ. എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന കൊടുക്കാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. ഇതുപോലെ തന്നെ മാമോദിസ കൊടുക്കാൻ, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വേറെ അച്ഛന്മാരാണ്. അല്ലെങ്കിൽ അവർ നേരത്തെ വെഞ്ചരിച്ച തൈലവും വെള്ളമൊക്കെ വെച്ചാണ് അവർ ഈ ഡീക്കുമാര് കൊടുക്കുന്നത്. നമ്മുടെ സഭയിൽ അങ്ങനെയൊരു സംവിധാനമില്ലമാര് മാമോദിസ കൊടുക്കുന്ന സംവിധാനമില്ല. കാരണം ഈസ് നോട്ട് ദ മിനിസ്റ്റർ. ആ കൂദാശയിലാണ് മാമോദിസ എന്ന കൂദാശയ്ക്കകത്താണ് തൈലം വെഞ്ചരിക്കുന്നതും വെള്ളം വെഞ്ചരിക്കുന്നത്. അപ്പൊ ഈ വെള്ളം വെഞ്ചരിക്കാനും തൈലം വെഞ്ചരിക്കാനും വൈദികന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വൈദികന് മാത്രമേ മാമോദിസ നൽകാൻ പറ്റത്തുള്ളൂ. മറ്റു സഭയിൽ അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ആ സഭയിൽ ചെയ്യുന്നുണ്ടല്ലോ, ഈ സഭയിൽ ചെയ്യുന്നുണ്ടല്ലോ, അതൊന്നും നമ്മുടെ മാനദണ്ഡമല്ല. നമ്മുടെ സഭയുടെ ചൈതന്യം എന്താണോ അതനുസരിച്ചാണ് നമ്മൾ തിരുക്കർമ്മങ്ങൾ പരിഗണന ചെയ്യേണ്ടത്. അല്ലാണ്ട് ആ സഭയിൽ ചെയ്യുന്ന, മലങ്കര സഭയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്, ലത്തീൻ സഭയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്, മാർപ്പാപ്പ ചെയ്യുന്നുണ്ട്. മാർപ്പാപ്പ ചെയ്യുന്നത് ലത്തീൻ സഭയുടെ പാരമ്പര്യം അനുസരിച്ചാണ്. അതാണ് സീറോ മലബാറിന്റെ പാരമ്പര്യം അനുസരിച്ച്. ചില ആളുകളുണ്ട് ഈ മാർപ്പാപ്പയെക്കാളും വലിയ കത്തോലിക്കനാകുന്ന ചില മഹാമാര്, മാർപ്പാപ്പയെക്കാളും വലിയ കത്തോലിക്ക. കാരണം മാർപ്പാപ്പ അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പൊ മാർപ്പാപ്പ ചെയ്യുന്ന പോലെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. മാർപ്പാപ്പ ജനങ്ങളെ ബേസ് ചെയ്തല്ലേ ഖുറാനയിൽ. അപ്പൊ നമ്മൾ അങ്ങനെയല്ല ഖുറാനയിൽ. മാർപ്പാപ്പ അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ മാർപ്പാപ്പയുടെ അവരുടെ തിരുക്കർമ്മം അനുസരിച്ച് സുവിശേഷം വായിക്കുന്ന ഡീക്കനാണ്. മാർപ്പാപ്പയുടെ കുർബാനയിൽ പോലും സുവിശേഷം വായിക്കുന്ന ഡീക്കനാണ്, മാർപ്പാപ്പയല്ല. ഇപ്പൊ എന്ന് വിചാരിച്ച് നമ്മുടെ അങ്ങനെ ഡീക്കനാണ് വായിക്കുന്നത്, അല്ല. അപ്പൊ അതുകൊണ്ട് ഓരോ സഭയ്ക്കും ആ സഭയുടേതായിട്ടുള്ള ചില ചിന്താധാരകളുണ്ട്, ദൈവശാസ്ത്ര വീക്ഷണമുണ്ട്, ആത്മീയമായ വീക്ഷണമുണ്ട്, തിരുക്കർമ്മങ്ങളെ കുറിച്ചും ദൈവിക രഹസ്യങ്ങളെ കുറിച്ചും. അപ്പൊ അതനുസരിച്ചാണ് അവര് ചെയ്യേണ്ടത്. ഇനി ഒരു കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെന്ന് അറിയത്തില്ല. ദൈവജനത്തിന്റെ അവകാശം സൂചിപ്പിച്ചു. കാനലോ 17 ദൈവജനത്തിന് അവകാശമുണ്ട്. ഇപ്പൊ നിങ്ങൾ കൂടുതലും ദൈവജനമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അവകാശമാണ്. അച്ഛൻ പറയുന്ന സ്വരം കുറച്ചുകൂടെ കൂടുതലായിട്ട് കേൾക്കാൻ പറ്റുന്നു. വോളിയം തീരെ കുറവായിട്ട് തോന്നുന്നു. മൈക്ക് അകലെ. ഇപ്പൊ കേക്കാവോ? ഇവിടെ അങ്ങനെ കുഴപ്പമില്ല. എനിക്ക് നന്നായിട്ട് കേൾക്കാം. കുഴപ്പമില്ല, കേൾക്കാം. ചങ്ങനാശ്ശേരിയാ കേൾക്കാം. ഇവിടെ കേൾക്കണ്ട, വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട് അച്ഛാ. ഓ അല്ലേ, ഓക്കെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ മറ്റേ വയർലെസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇപ്പം വെച്ചിട്ട് കണക്റ്റഡ് ആവുന്നില്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇപ്പൊ ഞാൻ നേരിട്ട് അങ്ങ് മൊബൈലിലേക്ക് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ദൈവജനത്തിന്റെ അവകാശത്തെ കുറിച്ച് ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു വീഡിയോയില് കാര്യം ശക്തമായിട്ട് പറഞ്ഞിരുന്നു, ഒരു പട്ടത്തിന്റെ ശുശ്രൂഷയുടെ സമയത്ത്. അപ്പം
ഇത് തിരുക്കർമ്മങ്ങളും ശരിയായ രീതിയിൽ പരികർമ്മം ചെയ്യുന്നില്ല എങ്കിൽ ആരെ കൈപൊക്കുന്നുണ്ടല്ലോ? അച്ഛന ഇതിന്റെ കാര്യം പറഞ്ഞില്ല, 3 കാര്യം പറഞ്ഞില്ല അച്ഛാ. സൈര്യലേപനം കൊടുക്കണത് തള്ളവിരൽ കൊണ്ടാന്ന് പറഞ്ഞില്ല, അതൊന്നോടെ ഒന്ന് പറയാ അച്ഛാ. അത് നേരത്തെ പറഞ്ഞതാണ്. അത് നേരത്തെ പറഞ്ഞതാണല്ലോ. അതെയോ? അതെ, നേരത്തെ പറഞ്ഞതാണ്. അതായത് ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ക്രമത്തിനകത്ത് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മുടെ ഇത് പക്ഷെ സുറിയാനി ക്രമത്തിനകത്ത് വളരെ കൃത്യമായിട്ട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ക്രമവിധികള് കൃത്യമായിട്ട് അത് സഭയുടെ ഉത്തരവാദിത്തമാണ് അത് കൃത്യമായിട്ട് എഴുതി അവിടെ വെക്കുക എന്നുള്ളത്. അതങ്ങനെ എഴുതി വെക്കാത്തത് കൊണ്ട് ഓരോരുത്തരും അവരുടേതായ രീതിയിൽ ചിലപ്പോൾ തള്ളവിരൽ ഉപയോഗിക്കും, ചിലവർ വേറെ രീതിയിൽ ഒക്കെ ഉപയോഗിക്കും, ചിലതിന് എല്ലാറ്റിനും തള്ളവിരൽ തന്നെ ഉപയോഗിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത് ഒന്നുകൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഒന്നാമത്തെ ലേപനം, അതായത് ദേവാലയത്തിന്റെ കവാടത്തിങ്കിൽ വെച്ച് ചെയ്യുന്ന ലേപനത്തിന് ചൂണ്ടുവിരൽ കൊണ്ടാണ് ഉപയോഗിക്കുക. അത് ചൂണ്ടുവിരൽ ഉപയോഗിക്കുന്നത് അടിയിൽ നിന്ന് മുകളിലേക്ക്, വലത്തു നിന്ന് ഇടത്തോട്ടും. അതിന്റെ അർത്ഥം that person is set apart for Christ. അങ്ങനെ ഈ വ്യക്തി സെറ്റ് അപ്പാർട്ട് ആണ് എന്ന് അകലെ നിന്ന് തന്നെ പോയിന്റാണ്. അകലെ നിന്ന് തന്നെ സാത്താന് കാണും. കാരണം നെറ്റിയിലാണ് ചെയ്യുന്നത്. നെറ്റിയാണ് ഏറ്റവും ഉയർന്ന ഭാഗം. ആ ഉയർന്ന ഭാഗം അകലെന്ന് തന്നെ ആളുകൾക്ക് കാണണം. ആളുകൾക്കൊന്നും മാത്രമല്ല, സാത്താന് പോലും കാണണം. ദാറ്റ് പേഴ്സൺ ഈസ് സെറ്റ് അപ്പാർട്ട് ഫോർ ക്രൈസ്റ്റ് എന്ന്. അപ്പൊ അതുകൊണ്ട് ആ വഴിക്ക് പോകണ്ടെന്ന് അവൻ തീരുമാനിക്കണം. അതാണ് ആദ്യത്തെ അർത്ഥം. ഈസ് എ പേഴ്സൺ ഈസ്. അത് നമ്മുടെ എല്ലാ കൂതാശകൾക്കും ഉള്ള ഒരു പ്രത്യേകതയാണ്. സെറ്റ് അപ്പാർട്ട് ചെയ്യാന്ന്. കുർബാനയ്ക്കകത്തുണ്ട്, എല്ലാറ്റിനും വൈദികനും സെറ്റപ്പ്, എല്ലാറ്റിനും സെറ്റപ്പാർട്ട് ഉണ്ട്. സെറ്റപ്പാർട്ട് ഇല്ലാതെ ഒരു ശുശ്രൂഷയില്ല. പക്ഷെ ഓരോ രീതിയിലാണെന്ന് മാത്രം. അപ്പം ഇവിടെ മാമുദിസായിൽ സെറ്റപ്പാർട്ട് ചെയ്യുന്നത് ഈ ആദ്യത്തെ റുഷ്മ വഴിയാണ് സെറ്റപ്പാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തേത് 3 വിരൽ കൊണ്ടാണ്. ഇങ്ങനെ 3 വിരല്. ഈ 3 വിരല് നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെറ്റിയിൽ പെടുമ്പോൾ 3 വിരല് നമ്മുടെ നെറ്റിയിൽ പതിയൂ എന്ന് പറയുമ്പോൾ നെഞ്ചത്താണ് ഈ വലത്തുനിന്ന് മുകളിൽ നിന്ന് താഴേക്ക്. അതായത് എല്ലാ നോർമൽ ബ്ലെസ്സിങ്സ് എല്ലാം മുകളിൽ നിന്ന് താഴേക്കാണ്. സമാധാനം നിങ്ങളോടുകൂടെ, മുകളിൽ നിന്ന് താഴേക്ക്. കാരണം ടു ഇൻവോക്ക് ഗോഡ്സ് ബ്ലെസ്സിങ് ഓൺ പർട്ടിക്കുലർ പേഴ്സൺ. അതാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അയാളുടെ ഒരു വ്യക്തിയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന ആ ബ്ലെസ്സിങ്ങിനെയാണ് അത് മുകളിൽ താഴെ. അത് ഈ 3 വിരൽ കൊണ്ടാണ്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ മുകളിൽ താഴെ. മൂന്നാമത്തേത് ടു സീൽ. എ പേഴ്സൺ ഈസ് കൺഫേംഡ് ഓർ സീൽഡ് വിത്ത് ദ തമ്പ് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത്, തള്ളവിരൽ ഉപയോഗിക്കുന്നത് സീൽ ചെയ്യാനല്ല. നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ മുദ്ര കടലാസിൽ നമ്മൾ തള്ളവിരലുകൊണ്ടാണല്ലോ ഒപ്പിടുന്നത്. അത് മുദ്ര വയ്ക്കാനാണ്, അത് സീൽ ചെയ്യാനായി. അപ്പൊ അത് നെറ്റിയിലാണ് ചെയ്യുന്നത്. അതും വീണ്ടും പേഴ്സൺ ഈസ് ഫോർ വൺസ് ആൻഡ് ഫോർ ഓൾ, ഫോർ എവർ എ പേഴ്സൺ ബിക്കംസ് ദ പ്രോപ്പർട്ടി ഓഫ് ക്രൈസ്റ്റ്. അതാണ് നമ്മുടെ സ്ഥൈര്യലേപനമായിട്ട് നമ്മൾ ഇപ്പൊ അതിനെ കണക്ക്. ഇതാണ് ആ 3 ബ്ലെസ്സിങ്. ഇനി നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന 2 കാര്യങ്ങൾ, വെർബിസ്കോ എന്ന് പറയുന്നതിനകത്ത് മാർപ്പാപ്പ പറയുന്ന 1-2 കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ഒന്ന്, the faithful should not be robbed of what is due to them. ദൈവജനത്തിന്റെ അവകാശവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനകത്ത് അവരുടെ ഫെയ്ത്ത്ഫുൾ ഷുഡ് നോട്ട് ബി റോബ്ഡ് ഓഫ് വാട്ട് ഈസ് ഡ്യൂ ടു ദം. അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ അവരിൽ നിന്ന് കവർന്നെടുക്കരുതെന്നാണ്. ആര് കവർന്നെടുക്കുന്ന? വൈദികൻ കവർന്നെടുക്കരുതെന്നാണ്. അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മര്യാദയ്ക്ക് ശരിയായ രീതിയിൽ പരികർമ്മം ചെയ്ത് അവർക്ക് കൊടുക്കണം എന്നാണ് മാർപ്പാപ്പ ഉദ്ദേശിക്കുന്നത്. അത് പറയുന്നത് ഡെസിഡെറാവി എന്ന് പറയുന്ന ആ ഡോക്യുമെന്റില് 23-ാമത്തെ ഖണ്ഡികയിലാണ് അത് പറയുന്നത്. ഷുഡ് നോട്ട് ബി റോബ്ഡ് ഓഫ് വാട്ട് ഈസ് ഡ്യൂ ടു ദം, ദാറ്റ് ഈസ് ദ പാസ്കൽ മിസ്റ്ററി സെലിബ്രേറ്റഡ് ഇൻ ദ റിച്വൽ മാനർ ദാറ്റ് ദ ചർച്ച് എസ്റ്റാബ്ലിഷസ്. സഭ അനുഷ്ഠിക്കുന്ന ദൈവിക രഹസ്യങ്ങളുടെ അല്ലെങ്കിൽ പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണത്തിന്റെ
ആ അനുഭവത്തിലേക്ക് വരുന്നതിൽ നിന്ന് അവരെ തടയരുത്, അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് അവർക്ക് ഇതാകരുത്. ഡൊമിനിക്കേറ്റിയാനയിൽ പറയുന്ന വീണ്ടും മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ പറയുന്നതാണ് പ്രൊപ്പറേറ്റർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് പ്രൊപ്പറേറ്റർ അല്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞ് വീണ്ടും എല്ലാ ഡോക്യുമെന്റും പറയുന്നത്, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നതാണ് റെഗുലേഷൻ ഓഫ് ലിറ്റർജി ഈസ് ദ പ്രിറോഗേറ്റീവ് ഓഫ് ദ ഹോളി സീ. റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ആരാധനക്രമത്തിന്റെ നിയന്ത്രണം പരിശുദ്ധ സിംഹാസനത്തിനാണ്. ഇവിടെ നിയന്ത്രണമാണ് കേട്ടോ, നോട്ട് എ ക്രിയേഷൻ. ഉണ്ടാക്കലല്ല. മാർപ്പാപ്പയ്ക്ക് പോലും അതിനുള്ള അവകാശം. അത് കാരണം സഭയ്ക്ക് പൈതൃകമായിട്ട് കിട്ടിയിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് റെഗുലേഷൻ ഓഫ് ലിറ്റർജി ഈസ് പ്രൈമർലി വെസ്റ്റഡ് വിത്ത് ദ ഹോളി സീ. അത് കഴിഞ്ഞ് നിയമം അനുവദിക്കുന്നിടത്തോളം 22 സാക്രസാന്ത കോൺസിലിയം നമ്പർ 22(2) നിയമം അനുവദിക്കുന്നിടത്തോളം മെത്രാൻ സംഘങ്ങൾക്കും, അതായത് നമ്മുടെ സിനഡ്. എന്നിട്ട് മൂന്നാമത്തെ ഖണ്ഡികയിൽ പറയാണ് therefore not even a priest can add, delete or change anything in liturgy എന്ന് പറയും. അപ്പം ഇത് പിന്നീട് വന്ന എല്ലാ ഡോക്യുമെന്റ്സിലും പറയുന്നുണ്ട്. എല്ലാ ഡോക്യുമെന്റ്സിലും ഇക്കാര്യം പറയുന്നുണ്ട്. ആഡ് ചെയ്യാനോ പുതിയ മാറ്റം വരുത്താനോ ഒന്നിനും അനുവാദമില്ല എന്ന് പറയുന്ന ആ ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം പറയാനായിട്ട്, ഈ എത്ര മിനിറ്റ് ഉണ്ട്? സമയം കഴിഞ്ഞല്ലേ? കുഴപ്പമില്ല, സന്തോഷമാണ്. ഞാൻ 2-3 കാര്യം പെട്ടെന്ന് പറഞ്ഞു. 1 മിനിറ്റ്. ആ സാക്രസാങ്ക്തം കോഞ്ചില്യത്തില് അച്ഛൻ പറഞ്ഞില്ലേ, സാക്രസാങ്ക്തം കോഞ്ചില്യത്തിൽ 28ാമത്തെ അധ്യായത്തില് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സ്വഭാവത്തിന് ആരാധനക്രമത്തിന്റെ നിബന്ധനകൾക്കും ചേർന്ന വിധം സ്വന്തം ഭാഗം മാത്രം മുഴുവനായി അനുഷ്ഠിക്കണമെന്ന്. വീണ്ടും 29-ൽ ലാസ്റ്റിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് അവരവർക്ക് ചേർന്ന വിധം ആരാധനക്രമ ചൈതന്യത്താൽ നിറഞ്ഞ താന്താങ്ങളുടെ ഭാഗം മാത്രം ക്രമമായും അന്യോന്യമായും നിർവഹിക്കണം. അപ്പൊ ബലിപീഠമേ സ്വസ്തി എന്നുള്ള പ്രാർത്ഥന വൈദികർക്ക് വേണ്ടി മാത്രമുള്ളതല്ലേ അച്ഛാ? ആണ്, വൈദികന് മാത്രമേ. അത് ആരാണോ നമ്മുടെ കുർബാനയുടെ ചൈതന്യം അനുസരിച്ച് ആർച്ച് ഡീക്കൻ ഒരാളെ നിയോഗിക്കുക ചെയ്യുന്നു. നമ്മുടെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് അങ്ങനെയാണ്. മെത്രാൻ ഉണ്ടെങ്കിൽ മെത്രാനാണ് ബലിയർപ്പിക്കുക. മെത്രാൻ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈദികനെ, ആർച്ച് ഡീക്കൻ എന്ന് പറയുന്ന ഒരു വൈദികനാണ്, ആർച്ച് ഡീക്കൻ നിയോഗിക്കുന്നു. നീ പോയി കുർബാന ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നിയോഗിക്കപ്പെടുന്ന ആ വൈദികനാണ് നമ്മുടെ രാസക്രമത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 4 വശത്തും ഈ സാഷ്ടാംഗ പ്രമാണം, ആ ശുശ്രൂഷകളൊക്കെ ഉണ്ട്. അതെല്ലാം ആ തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ടിട്ട് വൈദികന്റെ ദൈവത്തിന് നന്ദി പറയുന്നതും ജനങ്ങള് ഇവനെ അനുമോദിക്കുന്നതും ഇവന്റെ അയോഗ്യത അവൻ കാണിക്കുന്നതും ഒക്കെ കാണിച്ച് അവന് 4 വശത്തും 3 പ്രാവശ്യം മുക്ലിയന്മാര് പ്രത്യേകമായിട്ടൊക്കെയാണ് അത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കയറി പോകുന്ന വൈദികൻ 3 പ്രാവശ്യം പിന്നെ ആചാരം ചെയ്ത് മുകളിലോട്ട് കയറി 3 പ്രാവശ്യം പ്രാർത്ഥനകളുണ്ട്, നമുക്കറിയാം. അത് കയറി ബലിയർപ്പിക്കാനായിട്ട് കയറി ചെല്ലുന്നു. അങ്ങനെ കയറി ചെന്ന് ബലിയർപ്പണം കഴിഞ്ഞിട്ട് തിരിച്ചു പോരുന്ന നേരത്ത് ആ ആള് മാത്രമേ പറയേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ സമൂഹം മുഴുവനും അത് പ്രാർത്ഥന ചെല്ലുന്നുണ്ടല്ലോ അച്ഛാ. അത് ചെല്ലുന്നതിന് കുഴപ്പമില്ല, രഹസ്യമായിട്ട് ജനസില്, അല്ലാതെ എല്ലാവരും കൂടി ഉറക്കെ ചെല്ലാനല്ല. കാരണം അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ആരാധനാക്രമത്തിന്റെ ചൈതന്യം അനുസരിച്ച് ഒരാളാണ് ബലിയർപ്പിക്കാനായിട്ട് ഒരു കർത്താവേ ഉള്ളൂ. ആ കർത്താവിന്റെ റോൾ എടുത്ത ആള് ആണ് അത്. അയാള് വൈദികൻ ബലഹീനനാണെങ്കിലും അദ്ദേഹം ആ റോൾ എടുത്തിരിക്കുകയാണ്, അയോഗ്യതയോടുകൂടി ആ റോൾ എടുത്തിരിക്കുന്നതാണ്. അപ്പൊ ആ അയോഗ്യതയ്ക്ക് അതുകൊണ്ടാണ് അവനാണ് നന്ദി പറയുന്നത്, ബലിപീഠത്തിനോട് വിട ചോദിക്കുന്നത്. അല്ലാണ്ട് ബാക്കിയുള്ളവരെ ഒരു ചോദ്യമൊന്നുമില്ല. ഒരു കുർബാന അർപ്പിക്കുമ്പോൾ 100 കുർബാനയൊന്നുമില്ല. 100 അച്ഛന്മാരിൽ വിചാരിച്ച് 100 കുർബാനയൊന്നുമല്ല, ഒരു കുർബാനയേ ഉള്ളൂ. ഓരോരുത്തരുടെ നിയോഗം വയ്ക്കുന്നുണ്ട്, അതൊക്കെ ശരി. 100 കുർബാനയിൽ ഒരു കുർബാനയേ ഉള്ളൂ. അതിന്റെ
അന്തസത്ത എന്ന് പറയുന്ന അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ദൈവിക രഹസ്യങ്ങളാണ്. ദ പാസ്കൽ മിസ്റ്ററീസ് ഓർ ദ മിസ്റ്ററീസ് ഓഫ് ഗോഡ്, മിസ്റ്ററീസ് ഓഫ് ക്രൈസ്റ്റ്, മിസ്റ്ററീസ് ഓഫ് ക്രൈസ്റ്റ് ഇവന്റ്, അങ്ങനെ പലതരത്തിലുള്ള വാക്കുകൾ നമ്മൾ പോളിസി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതാണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൂടി ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അത് ചെല്ലണമെങ്കിൽ രഹസ്യമായിട്ട് ചെല്ലിയാൽ മതി. ശരി, ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. അപ്പൊ ഇനിയിപ്പോ ക്ലാസ് ചെന്നത്തേനെ കിട്ടാൻ നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഈ കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ ബെനഡിക്ട് മാർപ്പാപ്പ, ഫ്രാൻസിസ് മാർപ്പാപ്പ, ഹി സ്പീക്സ് അബൌട്ട് മോഡൽസ് ഓഫ് പ്രിസൈഡിങ്. പലതരത്തില് വൈദികര് തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. എന്നുവെച്ചാല് പ്രിസൈഡ് ചെയ്യുന്ന വൈദികര് പല രീതിയിൽ ആളുകൾക്ക് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ ബലിയർപ്പിക്കുന്നു എന്ന്. അത് പുള്ളി ലത്തീൻ സഭയിൽ, കാരണം പുള്ളി ഇന്ത്യയിൽ വന്നിട്ടൊന്നുമില്ല, അതിനകത്ത് 10 എണ്ണാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പെട്ടെന്ന് അറിയാതെ പറഞ്ഞപ്പോൾ ഞാൻ 6 പറയുന്നത്. 6 അല്ല, 10 എണ്ണാണ് പറയുന്നത്. അതൊന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞ് തീർക്കാം. 1, അതായത് ബലി അർപ്പിക്കുന്ന വൈദികൻ അല്ലെങ്കിൽ തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വൈദികൻ ചില രീതികളാണ് പുള്ളി മാർപ്പാപ്പ അവിടെ ഉദ്ദേശിക്കുന്നത്. 1, റിജിഡ് ഓസ്റ്റെരിറ്റി എന്ന് പറഞ്ഞാല് ഭയങ്കര കണിശത്തോടു കൂടി ഇങ്ങനെ ഈ ബലം പ്രയോഗിച്ച് ഇങ്ങനെ ഒരു ഇതുമില്ലാതെ ബലം പ്രയോഗിച്ച് തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. റിജിഡ് ഓസ്റ്റെരിറ്റി അതിനാ പറയുന്നത്. കർശനമായ കഠിനമായ നിഷ്ഠയോടുകൂടി, ഉദാഹരണത്തിന് കൈ ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിച്ചില്ലെങ്കിൽ ഇങ്ങനെ അല്പങ്ങൾ മാറിപ്പോയി കഴിഞ്ഞാൽ ഉടനെ എന്തോ സംഭവിച്ച പോലെ ആ അമിതമായ ഈ ഇത് എന്താ പറയുക, ഒബ്സസ്ഡ് വിത്ത് ദ റിച്വൽ, ഒബ്സഷൻ. അതാണ് ഈ റിജിഡ് ഓസ്റ്റെരിറ്റി എന്ന് പറയുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എക്സാസ്പിറേറ്റിംഗ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാല് അന്തം വിട്ടുപോകുന്ന രീതിയിൽ ചിലര് ഈ കുർബാന ചെല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടുപോകും. ഇതെന്താണ് കാട്ടിക്കൂട്ടുന്നത്? ഇതാണ് എക്സാസ്പിറേറ്റിംഗ് ക്രിയേറ്റിവിറ്റി. മലയാളത്തിന്റെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഇങ്ങനെ കിട്ടും, ശോഭിപ്പിക്കുന്ന സർഗാത്മകം. ശോഭിപ്പിക്കുന്ന വെച്ചാല് നമ്മളറിയും അന്തം വിട്ട് നമ്മള് അന്തം വിട്ടു പോവാണ്. ഇത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണം അവിടെ ഇരുന്നിട്ട്. അപ്പൊ ഇതുപോലെ ബലിയർപ്പിക്കുന്ന വൈദികരുണ്ട്. വേറൊരു രീതിയാണ് സ്പിരിച്വലൈസിങ് മിസ്റ്റിസിസം. സ്പിരിച്വലൈസിങ് മിസ്റ്റിസിസം എന്ന് പറഞ്ഞാല് ഭയങ്കര ഭക്തിയോട് ഇത് ചിലര് പ്രാർത്ഥനകൾ ചെല്ലുന്ന കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ, വറപ്പിച്ചിട്ടും ഇങ്ങനെ കുറെ ഇത് ഇറക്കൂല. ഇങ്ങനെ ആളുകളെ ഇങ്ങനെ കിടന്ന് രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന രീതിയിലുള്ള എന്ന് പറയുന്ന, അതാണ് എന്താ പറയാ, സ്പിരിച്വലൈസിങ് മിസ്റ്റിസിസം. അത് ചിലരുടെ രീതിയാണ്. വേറെ ചിലരാണെങ്കിൽ പ്രായോഗികമായ പ്രവർത്തനവാദം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഫങ്ഷണലിസം. എന്തുകൊണ്ടെങ്കിലും ആവട്ടെ, അങ്ങനെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് ഇത് ചെയ്യുന്നു. പ്രാക്ടിക്കൽ ഫങ്ഷണലിസം. വേറൊരെണ്ണം പറഞ്ഞിരിക്കുന്നത് റഷ്ഡ് ബ്രിസ്ക്നെസ്. റഷ്ഡ് എന്ന് പറഞ്ഞാൽ തിടുക്കം, ഭയങ്കര എങ്ങനെയെങ്കിലും അങ്ങ് ചൊല്ലി തീർത്ത്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ക്ലാസ്സിൽ പറയാറുണ്ട്, സ്കാൻ ചെയ്യുന്ന പോലെ ഒരു പേജ് ഭും 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കും. ഇതിന് 5 മിനിറ്റ് കൊണ്ട് കുർബാന തീരും. 5 മിനിറ്റ്. ഇത് പ്രൈവറ്റ് കുർബാനയുടെ കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞത്. ചില പള്ളികളിലും ചില അച്ഛന്മാരെങ്ങനെയാണ്, ചിലർ പറയും അരമണിക്കൂർ കൊണ്ട് കുർബാന തീരണം. അരമണിക്കൂർ കുർബാന തീരും. ആളുകൾക്കൊക്കെ പോകാൻ അവിടെയും പോകാൻ ഇവിടെയും പോകാൻ ഉണ്ട്. അതുകൊണ്ട് അരമണിക്കൂർ അങ്ങനെ തീരണമെങ്കിൽ ഇത് നേരത്തെ തുടങ്ങും. അല്ലാണ്ട് ഇതിന്റെ നമ്മുടെ കാഴ്ചപ്പാട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിനക്ക് സമയമുണ്ടോ? നിനക്ക് അരമണിക്കൂർ ഇല്ലേ? 15 മിനിറ്റേ ഉള്ളൂ. നീ 15 മിനിറ്റ് പോയി സംബന്ധിക്കുക. അരമണിക്കൂറുള്ള അരമണിക്കൂർ സംബന്ധിക്കുക. അപ്പൊ പറയുമ്പോൾ എനിക്ക് കുർബാനയും കൂടി സ്വീകരിച്ചിട്ട് പോകണം, ഞാൻ കൂടെ ഇങ്ങനെ നടക്കും. അപ്പൊ അതുകൊണ്ട് ഒരു തിരുക്കർമ്മത്തിന് ഞാൻ പറഞ്ഞ ഒത്തിരി വലിച്ചു നീട്ടാതിരിക്കുക, ഒത്തിരി സ്പീഡിൽ ചെല്ലാതിരിക്കുക, ഒരു നോർമൽ സ്പീഡും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതാണ് ഈ സാധാരണ ഗതിയിൽ ചെയ്യുന്നത്. ഈ പറഞ്ഞ റഷ്ഡ് ബ്രിസ്ക്നെസ്.
അടുത്ത പോയിന്റ് എന്നാ വെച്ചാൽ ഓവർ എംഫസൈസ്ഡ് സ്ലോനെസ്. ഭയങ്കര സ്ലോലി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ കുർബാന 2 ദിവസം കഴിഞ്ഞാൽ തീരുകയല്ല. അപ്പൊ അത് ഓവർ എംഫസൈസ്ഡ് സ്ലോനെസ്, അമിത ഊന്നൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്ലോപ്പി ഓവർ എംഫസൈസ്ഡ് സ്ലോനെസ് കഴിഞ്ഞിട്ട് അതിന്റെ സ്ലോപ്പി കെയർലെസ്നെസ് അടുത്തത്. മറ്റത് സ്പീഡ്, അമിത സ്പീഡ്, അമിത സ്ലോ. പിന്നെ 7ാമത്തേത് പറയുന്നത് സ്ലോപ്പി കെയർലെസ്നെസ്, അലസമായ അശ്രദ്ധ. സ്ലോപ്പി കെയർലെസ്നെസ്, ഒരു ശ്രദ്ധയില്ലാണ്ട് തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കും ചില മഹാന്മാർ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എക്സസീവ് ഫിനിക്കിനെസ്, അമിതമായ ശ്രദ്ധ, മെറ്റിക്കുലസ് ആയിട്ട്. ഈ റിജിഡ് ഓസ്റ്ററിറ്റിയുടെ വേറൊരു ഡയമെൻഷനാണ്. ഇങ്ങനെ ഉദാഹരണത്തിന് ഒരു ഫിനിക്കിൻസിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ധൂപക്കുറ്റി വേണമെന്ന് ഭയങ്കര നിർബന്ധം, തീ വേണം നിർബന്ധമൊന്നുമില്ല. അത് കൊണ്ടുവരും, അങ്ങനെ ആട്ടി 3 പ്രാവശ്യം തീയിടും, തീയൊന്നും വരും, പുകയില്ല, തീയില്ല, ഒന്നുമില്ല. എന്നിട്ട് അത് വാങ്ങിച്ചിട്ട് പിന്നെ ധൂപിക്കും, പുകയില്ല, തീയില്ല. അതൊരു ഈ ടൂ മച്ച് ഈ ഒബ്സഷൻ, ഈ ശ്രദ്ധ, ഇതെല്ലാം ഉണ്ട്. എല്ലാം വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നത്. പക്ഷെ ചിലതിനൊന്നും ഒരു അർത്ഥമില്ലാത്ത രീതിയിൽ തിരുക്കർമ്മ അനുഷ്ഠിക്കുന്നു. പിന്നെ സൂപ്പർ അബണ്ടന്റ് ഫ്രണ്ട്ലിനെസ്, അമിതമായ ഇത് കർത്താവ് ശിംശയല്ലേ, നമ്മുടെ ഒരുവനല്ലേ, നമുക്ക് കർത്താവ് ശിംശ നമ്മുടെ ഫ്രണ്ട് അല്ലേ, അതല്ലേ എന്ന് പറഞ്ഞ ആ രീതിയിൽ തിരുക്കർമ്മ. അതുകൊണ്ട് അതിന്റെ മറുവശം വരുമ്പോൾ ബഹുമാനമില്ലായ്മ, വലിയ വളരെ കാഷ്വൽ ആയിട്ട് തിരുക്കർമ്മങ്ങളെ കാണുക, ഇങ്ങനെയുള്ളതൊക്കെയാണ് അതിന്റെ ഒരു രീതി. അതിന്റെ മറുവശമാണ് പ്രീസ്റ്റ്ലി ഇംപാസിബിലിറ്റി എന്ന് പറഞ്ഞു ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് തന്നെ മലയാളത്തിലാക്കുമ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുതരം പൗരോഹിത്യ അപ്രാപിത അല്ലെങ്കിൽ പൗരോഹിത്യ നിർവികാരത എന്നാണ് മരകഷ്ണം ഇന്ന് ഖുർആന ഇരുന്ന പോലെ ഇങ്ങനെ ഖുർആന ഒരു വികാരവും ഇല്ല, അങ്ങനെ ചെല്ലുന്നത്. അപ്പൊ ഇങ്ങനെ 10 മാർപ്പാപ്പ പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം മാർപ്പാപ്പ അതിനെപ്പറ്റി കമന്റ് പറയുകയാണ്, ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇറ്റ് ഹാസ് എ കോമൺ റൂട്ട്. എന്താണത്? ഹൈറ്റൻഡ് പേഴ്സണലിസം ഓഫ് സെലിബ്രേറ്റിംഗ് സ്റ്റൈൽ which at times express a poorly concealed mania to be the center of attraction. അതായത് നമ്മൾക്ക് ഒരു ചില വ്യക്തിത്വങ്ങളുണ്ട്, ഊതി വീർപ്പിച്ചിട്ട് ഞാൻ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് ഒന്ന് ഊതി നമ്മളിങ്ങനെ പൊക്കി വെച്ചിരിക്കുക. എന്നിട്ട് അത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഈ ഉന്മാദം, പിന്നെ മേനിയ എന്ന് പറഞ്ഞ ഉന്മാദം എന്നാണ്. ഇതൊന്ന് പ്രൊജക്റ്റ് ചെയ്യാനുള്ള അമിതമായ ആവേശം, ആ ആവേശത്തിന്റെ പുറത്താണ് ഇതെല്ലാം കാട്ടിക്കൊടുക്കുന്നത്. ഇത് പിന്നീട് പുള്ളി പറയുന്ന വേറൊരിതുണ്ട്. ഇത് കൂടുതലും കാണുന്നത് ഈ ഓൺലൈനിൽ കൂടെ കുർബാന ചെല്ലുന്ന, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കുർബാനകൾ ഇത് കൂടുതലാണെന്ന് പുള്ളി പറയുന്നുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാക്കി ഉന്മാദ ആഘോഷ ശൈലി, എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള ഉന്മാദ ആഘോഷ ശൈലി. ഇതാണ് പൊതുവെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അച്ഛന്മാര് കാണിക്കുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ ഇതിന്റെ പിന്നെ മാർപ്പാപ്പ പറയുന്ന ഈ പേഴ്സോണ ക്രിസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ്, ഇഷ്ടംപോലെ കാണിക്കുന്നല്ല, കർത്താവ് എങ്ങനെയാണോ പെരുമാറുന്നത് അതാണ്. ഇത് ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ. സമയം തീർന്നു പോയെങ്കിൽ ക്ഷമിക്കുക, നിങ്ങളാരും അതിനെ നിർത്തിയില്ലാത്തതുകൊണ്ട്. നമ്മുടെ സമയം കുറച്ച് കടന്നുപോയിട്ടുണ്ട്. അപ്പം 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യം ആസ്വാദികരമായിരുന്നു, വളരെ ശരിക്ക് നമ്മൾ ആസ്വദിക്കാൻ പറ്റി. അച്ഛാ ചോദ്യമുണ്ട്. ചോദിച്ചോ പെട്ടെന്ന് ചോദിച്ചോ. അത്